നൊബക്സോളയുടെ മറ്റൊരു സബ്ജക്റ്റുമായിട്ട് ഉള്ള വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ സിസ്റ്റം മാറ്റേണ്ടതുണ്ടോ? അതിപ്പോൾ വളരെ ആക്റ്റീവായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ മാറ്റേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാറ്റേണ്ടതുണ്ട് എന്ന് എന്നെപ്പോലെയുള്ള വ്യക്തികൾ കയറി ഇറങ്ങി പറയാൻ തുടങ്ങിയിട്ട് ഏകദേശം 25 വർഷത്തോളമായി. അതായത് ഏകദേശം 2000 മുതൽ എന്നെപ്പോലെയുള്ള വ്യക്തി, ഇപ്പോൾ എനിക്ക് 49 വയസ്സാണ്. എൻ്റെ ഏറ്റവും നല്ല പ്രായത്തിൽ മുതൽ തന്നെ ഞാൻ സ്കൂളുകളിലെ എനിക്ക് പരിചയമുള്ള ഹയർ സ്റ്റഡി ചെയ്തിട്ടുള്ള സ്കൂളുകളുടെ പ്രിൻസിപ്പാൾമാരായിട്ടിരിക്കുന്നവരുടെ മാനേജ്മെൻറ്റ്സ് എനിക്ക് അറിയാവുന്ന ഞാനുമായിട്ട് പരിചയപ്പെട്ട് സംസാരിക്കുന്ന പ്രൊഫസർമാർ, പിന്നെ ജനറൽ ആൾക്കാർ, എല്ലായിടത്തും ചർച്ചകളിലൊക്കെ ഞങ്ങൾ പരസ്പരം സംസാരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ 25 വർഷമായി, 2000 മുതൽ ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ട് എഡ്യൂക്കേഷൻ സിസ്റ്റം മാറ്റേണ്ടതുണ്ടോ എന്നല്ല എൻ്റെ യഥാർത്ഥ ചോദ്യം. ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം എടുത്ത് കീറി ദൂരെ എറിയേണ്ട കാലം കഴിഞ്ഞു. അതായത് നമ്മളുടെ സ്കൂളുകളുടെ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന 2000 മുതൽ 2025 വരെ പൊയ്ക്കൊണ്ടിരിക്കുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം കീറിയെടുത്ത് കടലിൽ കളയേണ്ട കാലം കഴിഞ്ഞു. അത്രയ്ക്ക് ഏറ്റവും ഗുണകരമല്ലാത്ത വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ചർച്ചകൾ ചൂടുപിടിക്കുന്നുണ്ട്. പുതിയ തലമുറയിലെ കുട്ടികൾക്ക് കുറെ 25 വർഷത്തിനിടയിൽ, അതായത് 2000 ജനിച്ച കുട്ടിക്ക് ഇപ്പോൾ 25 വയസ്സ്. ആ കുട്ടി ഒരു ആവറേജ് എഡ്യൂക്കേഷൻ എടുത്ത് ഒരു ഡോക്ടറാവാൻ പഠിക്കണമെങ്കിൽ ഫൈനൽ ഇയർ MBBSന്റെ സെക്കൻഡ് ഇയറോ തേർഡ് ഇയറോ ഫോർത്ത് ഇയറോ കുട്ടികൾ പഠിക്കുന്നുണ്ടാവാം. അങ്ങനെ എന്നെപ്പോലെയുള്ള വ്യക്തികൾ 25 വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എഡ്യൂക്കേഷൻ സിസ്റ്റം തെറ്റാണ്, വളരെ റോങ് ആണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വളരെ റോങ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ റോങ്. അത് എങ്ങനെയെന്ന് ഞാൻ എൻ്റെ ഈ വീഡിയോ മുതൽ പറഞ്ഞു തരാം. ഇതെൻ്റെ എപ്പിസോഡ് 1 ആണ്. എഡ്യൂക്കേഷൻ സിസ്റ്റം മാറ്റേണ്ടതുണ്ടോ? അത് ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതിന് ഞാൻ നിങ്ങളുടെ മുമ്പേ 2 ദിവസത്തിന് മുൻപേ നടന്ന ഒരു വ്യക്തമായ തെളിവുമായിട്ട് ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിൽ ഇപ്പോൾ അവതരിപ്പിച്ചു തരാം. അതായത് ഞാനത് ഇതിൻ്റെ അടിസ്ഥാനത്തിലോട്ട് തുടങ്ങുന്നതിന് മുൻപ് ഞാൻ പറയണേ, 2 ദിവസം മുമ്പേ നടന്ന സംഭവമാണ്. 2 ദിവസത്തിന് മുൻപേ ഞാനൊരു കമ്പ്യൂട്ടർ സെൻ്ററിൽ പോകാനിടയായി. ഒരു പർട്ടിക്കുലറി അവിടെ ഒരു ഫോട്ടോ കോപ്പി എടുക്കാനും വേണ്ടി പോയതാണ്. അതൊരു കമ്പ്യൂട്ടർ സെൻ്ററാണ്. അവിടെ വെച്ച് ഞാനൊരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു. ആ പെൺകുട്ടിക്ക് ആകസ്മിക എന്ന് ഞാൻ പേരിടാം. യഥാർത്ഥ പേര് പറയാൻ നിവൃത്തിയില്ല, അത് പറയാനും പറ്റില്ലല്ലോ, കാരണം 19 വയസ്സായ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയല്ലേ. എന്നെ പെൺകുട്ടിയായിട്ട് സംസാരിക്കാനിടയായി. ആ കുട്ടിയെ ഞാൻ ആകസ്മിക എന്ന് പറഞ്ഞ് വിളിക്കാം. ആ കുട്ടി ഇവിടുത്തെ ഏറ്റവും ടോപ്പ് സ്കൂളിൽ ഞാൻ പരിചയപ്പെട്ട ആ ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അതുമായിട്ട് ആ സ്ഥലമായിട്ട് ആ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ടോപ്പ് സ്കൂളിൽ പഠിച്ചിറങ്ങിയ കുട്ടിയാണ്. ആ കുട്ടിക്ക് സയൻസാണ് മെയിൻ എടുത്ത് പഠിക്കുന്നത്. ആ കുട്ടി ഇപ്പോൾ അടുത്ത് സയൻസിൻ്റെ തന്നെ മൈക്രോബയോളജിയുടെ ടോപ്പ് കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ആകസ്മിക എന്ന് പറയുന്ന കുട്ടിയോട് ഞാൻ യാദൃച്ഛികമായിട്ട് ജസ്റ്റ് ഒന്ന് സംസാരിച്ചപ്പോൾ ഉള്ള കാര്യമാണ്. ഞാൻ ഉദാഹരണം പറയുകയാണ്, എന്താണ് മാറ്റേണ്ടതുള്ളത്, എന്തുകൊണ്ട് മാറ്റണം എന്നുള്ളത് പരിചയപ്പെടാനല്ല. ഈ കുട്ടിക്ക് സയൻസ് വിഷയത്തിൽ 97 മാർക്ക്. സ്കൂളിലെ ടോപ്പ് ആദ്യത്തെ 3-ൽ കുട്ടിയാണ് ഈ കുട്ടി. അതിൽ തന്നെ ഇംഗ്ലീഷിൻ്റെ കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, ഇംഗ്ലീഷിനൊക്കെ 99. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, അതൊരു ലാംഗ്വേജ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞ് നിർത്താം. സയൻസ് വിഷയത്തിന് 97, അതർ സബ്ജക്റ്റിനും എല്ലാം 95% മുകളിൽ, അതായത് 100-ന് 95 മാർക്കിന് മുകളിലാണ് ഈ കുട്ടിയുടെ ആകസ്മിക എന്ന് പറയുന്ന കുട്ടിയുടെ എഡ്യൂക്കേഷൻ ലെവല്. ഇനി സയൻസിന് 97% എടുത്ത കുട്ടി ഇപ്പോൾ അടുത്ത മൈക്രോബയോളജിയുടെ ടോപ്പ് കോഴ്സ് പഠിക്കാൻ പോകുന്നു. ഇനി മൈക്രോബയോളജിയെ കുറിച്ചൊന്നും ഞാൻ വിശദമായിട്ട് സംസാരിക്കാനൊന്നും ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല എൻ്റെ ഈ പാർട്ടിൽ.
എഡ്യൂക്കേഷൻ സിസ്റ്റം തെറ്റാണോ എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ സയൻസിൽ മൈക്രോബയോളജി മെയിൻ എടുത്ത് മുന്നോട്ട് പോകുന്ന കുട്ടി ഈ കുട്ടികളാണ് നമ്മുടെ എക്സാമ്പിൾ ഞാൻ പറയാണ് വളരെ വേഗം മനസ്സിലാക്കാൻ. നിങ്ങളൊരു രോഗവുമായിട്ട് ഹോസ്പിറ്റലൈസേഷൻ ആയാൽ നിങ്ങളുടെ ശരീരത്തിലെ എല്ലാം തന്നെ ബ്ലഡ് അടക്കം ക്യാൻസർ എന്തെങ്കിലും ഉണ്ടാവും, നമ്മുടെ കോശങ്ങളൊക്കെ മുറിച്ചെടുക്കും എന്തെങ്കിലും പ്രശ്നമുള്ള സ്ഥലത്തുനിന്ന്. അല്ലെങ്കിൽ സ്കിന്നിന് ചേഞ്ച് ഉണ്ട്, സ്കിന്നിന് എന്തെങ്കിലും മാറ്റമുണ്ട്, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സർജറിയാണ്. ഇതെല്ലാം നമ്മൾ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യുന്നത് ഈ ഇത്തരം എഡ്യൂക്കേഷൻ നേടിയ കുട്ടികളാണ്. അതായത് സയൻസ് മെയിനായിട്ട് എടുത്ത് പഠിക്കുകയും അതിൽ തന്നെ ടോപ്പ് ഗ്രേഡ് നേടുകയും ചെയ്യുന്ന ഇതുപോലത്തെ കുട്ടികളുടെ അടുത്താണ് ഇതിൻ്റെ റിസർച്ച് ലാബ് ടെസ്റ്റ് എന്ന് പറയും അതിന് പോകുന്നത്. ഇപ്പം മെഷീൻ ആയതുകൊണ്ട് എല്ലാ സൗകര്യമുണ്ട്, അത് ഓട്ടോമാറ്റിക്കലായിട്ട് മെഷീൻ കൊടുക്കുന്നതുകൊണ്ടൊക്കെ അങ്ങനെ പോകും. അത് അവിടെ നിൽക്കട്ടെ. നമ്മുടെ ഇവിടെ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറ്റേണ്ടതുണ്ടെന്നുള്ളതാണ് ചോദ്യം. അത് എന്തുകൊണ്ട് ഉണ്ട് എന്ന് ഞാൻ വളരെ വേഗം തെളിയിച്ചു തരാം. ഇതിൽ കൂടെ ഇവരുടെ മേശപ്പുറത്തോട്ടാണ് നിങ്ങളുടെ ഈ ശരീരത്തിന്, നമ്മുടെ കോശങ്ങളാൽ രൂപാന്തരപ്പെട്ടിരിക്കുന്ന ഈ ശരീരം കോശങ്ങളാൽ രൂപാന്തരപ്പെട്ടതാണ്. ഒരു ദൈവങ്ങൾ സൃഷ്ടിച്ചെടുത്തിട്ടുള്ള എന്നല്ലെന്ന് ഞാൻ തുടക്കമേ പറയട്ടെ. ദൈവങ്ങൾ സൃഷ്ടിച്ചെടുത്തിട്ടുള്ളതാണെങ്കിൽ അതിന് ഒരിക്കലും മാനുഫാക്ചറിങ് ഡിഫക്റ്റ് വരില്ല. അതൊരു പെർമനന്റ് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ ഒരു കുറവുമില്ലാതെ ഉണ്ടാക്കാൻ പറ്റും. ഒരു കുറവുമില്ലാതെ, എനിക്കെപ്പോഴും അസുഖവും ഒരു കുറവുമില്ലാതെ ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു ശരീരം ഉണ്ടാക്കിയ ദൈവം എത്രയോ വിഡ്ഢി എന്നാണ് ഞാൻ ഇതിനിടയിൽ പറയുന്നത്. നമ്മുടെ ഒരു ശരീരം ദൈവസൃഷ്ടിയാണെങ്കിൽ, ശരീരം മാത്രമല്ല എന്തും, അതിന് ഒരു കുറവുമില്ലാതെ സൃഷ്ടിക്കാൻ പറ്റും. അങ്ങനെ ഒരു ദൈവവും ഇതുവരെയും ഒരു കുറവുമില്ലാതെ ആരെയും സൃഷ്ടിച്ചിട്ടില്ല. ഇനി ദൈവങ്ങൾ പോലും അവരുടെ ശരീരം പോലും ഇവിടെ പ്രോസസ്സ് ചെയ്തിട്ട് മടങ്ങിപ്പോയിട്ടുണ്ട്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. അതാണ് അത് സയൻസുമായിട്ട് ബന്ധപ്പെടുത്തി പറയണേ. അപ്പൊ ഈ നമ്മുടെ ഈ എല്ലാ ടെസ്റ്റുകളിലും ഇവരുടെ മേശപ്പുറത്തോട്ടാണ് പോകുന്നത്. ഇവരവിടെ ലാബ് ടെസ്റ്റ് ചെയ്തിട്ട് നേരെ റിസൾട്ട് ഡോക്ടർ കയ്യിലോട്ട് പോകും. പിന്നെ അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ചികിത്സകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനി ചികിത്സ മാത്രമല്ല, നമ്മുടെ സ്കിന്നൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ടോപ്പ് ക്ലാസ്സിലോട്ട് ഈ ഫിലിം ആർട്ടിസ്റ്റുകൾ, സ്പോർട്സ് താരങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ സാധാരണക്കാരും ചെയ്യുന്നുണ്ട്, സ്കിൻ ടോണൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പം ഇതെല്ലാം ചേഞ്ച് ചെയ്യാൻ കരുതി ടെസ്റ്റ് എടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഇത് ഇവരുടെ കയ്യിലോട്ടാണ് പോണത്. അപ്പോൾ ഇത് പോകുന്നത്. പിന്നെ നമ്മുടെ ഭക്ഷണ കാര്യങ്ങളൊക്കെ ഞാൻ ബാക്കിൽ നിന്ന് വരാം, ഓരോന്നും ഉണ്ടാക്കുന്ന വിധം. അപ്പോൾ ഈ കുട്ടിയോട് സംസാരിക്കാൻ ഇടയായപ്പോഴത്തേക്കും ഞാൻ ആ കുട്ടിയുടെ അടുത്ത് വളരെ സിമ്പിളായിട്ടൊരു കാര്യമാണ് ചോദിച്ചത്. പ്രധാനമായിട്ടും നിങ്ങൾ സയൻസല്ലേ മെയിൻ എടുത്ത് പഠിക്കുന്നത്, ഇപ്പോൾ 97% മാർക്ക് വാങ്ങിയ ആളല്ലേ. അപ്പോൾ നിങ്ങളൊരു കാര്യം ഒന്ന് പറഞ്ഞു തരാമോ? നിങ്ങളെ വീട്ടിലെ ടോയ്ലറ്റ് എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടാവും. യൂസ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവർ ഭക്ഷണം കഴിക്കുന്നുണ്ടാവില്ല, ശരീരത്തിൽ ബ്ലഡ് ഓടുന്നുണ്ടാവില്ല. ടോയ്ലറ്റിലുണ്ടാവുന്ന അണുക്കളുടെ കണ്ടന്റ് അറിയാമോ എന്ന് കേട്ടു. ക്വസ്റ്റ്യൻ നമ്പർ 1. ആ കുട്ടി ഞെട്ടിപ്പോയി. അതെന്തിനു നമ്മൾ അറിയേണ്ടതുണ്ട് എന്നുള്ള ചോദ്യമായി. ഒന്ന്, ശരി, ഞാൻ പറഞ്ഞു വിട്ടുകളയും. നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ, ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ വൈറസ് പതിയിരിക്കുന്ന സ്ഥലമാണ് നമ്മുടെ മൊബൈൽ. കാരണം യൂസേജ് അങ്ങനെയാണ്. ഇതിനകത്ത് വരുന്ന അണുക്കളുടെ വികിരണത്തിന്റെ കണ്ടന്റ് എങ്ങനെയാണെന്ന് അറിയാമോ? അതും കുട്ടി ആവശ്യമില്ല എന്ന് പറഞ്ഞ് വിട്ടു. കാരണം കുട്ടി ആവശ്യമില്ല എന്നുള്ളത് അവരുടെ ആവശ്യമില്ല, അവരുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതും വിട്ടു. ഞാൻ പറഞ്ഞു രണ്ടും കളയും. മൂന്നാമത് എൻ്റെ ചോദ്യം, ആശയവിനിമയം വേണം, ചോദ്യമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഡിസ്കഷനാണ്. മൂന്നാമത് ഞാൻ ചോദിച്ചു, വീട്ടിൽ ആർക്കെങ്കിലും അസുഖം വരുമോ? അപ്പോൾ കുട്ടി പറഞ്ഞു വീട്ടിൽ ആർക്കും അസുഖം വരില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിൽ ആർക്കും അസുഖം വരില്ലാതിരിക്കുമെങ്കിൽ നിങ്ങൾ പ്യുവർ ക്വാളിറ്റിയുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും, കറക്റ്റ് ദൈവസൃഷ്ടിയായിരിക്കും. എങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആർക്കും അസുഖവും വരില്ല, നിങ്ങൾക്ക് ഒരു പ്രശ്നവും വരില്ല, മരണവും സംഭവിക്കില്ല, റീസൈക്ലിങ്ങും ഉണ്ടാവില്ല, ഭക്ഷണം കഴിക്കേണ്ടിയും വരില്ല. അപ്പോൾ അവൾ ആലോചിച്ചിട്ട് പറഞ്ഞു, അയ്യോ അങ്ങനെ ഒരു അസുഖം ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചു പനി വരുമോ? ആ പനി വരും. നിനക്ക് പനി വരാറുണ്ടോ? ആ വരാറുണ്ട്. അപ്പോൾ പനി എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നത്? അതിനെതിരെ ഏത് മെഡിസിനാണ് എടുക്കുന്നത്? ആ മെഡിസിൻ നമ്മുടെ ബോഡിയിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു? ആ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ട് 6, 7, 10 ദിവസം കഴിഞ്ഞ് നമ്മുടെ ബോഡിയിൽ നിന്ന് പനിയോ ജലദോഷമോ ഇങ്ങനെയുള്ള ഇതൊക്കെ നോർമൽ രോഗങ്ങളാണ്. ഞാൻ നിങ്ങൾ സിമ്പിളായിട്ട് പറഞ്ഞത്. ഇതൊക്കെ എങ്ങനെ നോർമലായിട്ട് മാറുന്നു? ഇതിൻ്റെ കണ്ടന്റ് എന്താണ്? ആ മെഡിസിൻ്റെ കണ്ടന്റ് എന്താണ്? ഇതെങ്ങനെയാണ് നിങ്ങൾ പനി പ്രൂഫ് ചെയ്യണത്? അല്ലെങ്കിൽ പനി ഉണ്ടായിട്ട് ബ്ലഡിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുള്ളത് നിങ്ങളെപ്പോലുള്ളവരാണ് ടെസ്റ്റിൽ കൂടെ പ്രൂഫ് ചെയ്യണത്. ഇതെങ്ങനെയാണ് പ്രൂഫ് ചെയ്യണത്? ആ കുട്ടിക്ക് ഒരു പിടുത്തവും ഇല്ല.
അവൾ ഞെട്ടിപ്പോവുകയാണ് ചെയ്തത്. ഇത് അവരറിഞ്ഞല്ലേ പറ്റൂ. അത് കാര്യം വന്നപ്പോൾ അവൾ പെട്ടല്ല, അവളും ഞെട്ടി. അവളൊരിക്കലും കോൺഫിഡൻസ് ഇല്ല, സംസാരിച്ചിട്ടില്ല. അത് ശരിയാണല്ല ചേട്ടാ, അല്ല ശരിയാണല്ലോ അങ്കിള്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ, ഒരു പനീരെ കണ്ടന്റ് പോലും അറിഞ്ഞുകൂടാത്ത നിങ്ങൾ എങ്ങനെ മൈക്രോബയോളജി പഠിച്ചിട്ട് ഇത്രയും ടോപ്പിലിരുന്ന് എല്ലാവരുടെ ടെസ്റ്റ് എടുക്കും? സയൻസിന് 97% മാർക്കാണ്. വലിയയിടത്ത് പഠിച്ചാണ്. ഇനിയിപ്പോൾ ചെറിയിടത്തായാലും, ഗവൺമെന്റ് സ്കൂളിലായാലും പ്രൈവറ്റിലായാലും അല്ലാത്തടത്തായാലും എല്ലാവിടെ ഉള്ള കാര്യമാണ് ഞാൻ പറയണത്. കുട്ടിക്ക് അറിയില്ല. അപ്പൊ ഞാൻ പിന്നെ ചോദിച്ചു, ഇതേ അറിയില്ല, പിന്നെ എങ്ങനെ നീ ഇത് വർക്കൗട്ട് ചെയ്തിട്ട് നീ ഇത് മനസ്സിലാക്കി, ഒരു വൈറസിനെ കുറിച്ച് മനസ്സിലാക്കി നീ എടുക്കുക. സയൻസ് പ്രധാനം എടുത്ത് പഠിക്കുന്ന ഒരു കുട്ടിക്ക് പനിയുടെ കണ്ടന്റ് പോലും അറിയില്ല. പനി എങ്ങനെ ഉണ്ടാവണമെന്ന് അറിയില്ല. പനിയുടെ വൈറസ് എങ്ങനെ നമ്മുടെ ബോഡിയിൽ ബാധിക്കണമെന്ന് അറിയില്ല. ആ വൈറസിന് പ്രതിവിധിയായിട്ട് നമ്മൾ കൊടുക്കുന്ന മെഡിസിൻ്റെ എഫക്റ്റ് അറിയില്ല. ഇതെല്ലാം കൂടെ ചേർന്നിട്ട് മാറി വരുന്ന മറ്റു വിഷയങ്ങൾ അറിയില്ല. ഒന്നും അറിയില്ല. പിന്നെ എങ്ങനെ ഈ കുട്ടിക്ക് 97% മാർക്ക് സയൻസിൽ കിട്ടി? ഞാൻ പ്രേക്ഷകരുടെ അടുത്ത് തുറന്ന് ചോദിക്കേണ്ടത്, 97% മാർക്ക് ഈ കുട്ടിക്ക് എങ്ങനെ സയൻസിൽ കിട്ടി? അതാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം. അത്രയും കുത്തഴിഞ്ഞതാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം. അതായത് പുസ്തകത്തിൽ എഴുതി വയ്പ്പിച്ചിട്ട് ആ എഴുതി കൊടുക്കുന്ന പുസ്തകം ഞാനങ്ങ് നന്നായിട്ട് ഉണ്ണും. നന്നായിട്ട് രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും അങ്ങ് ഭക്ഷിച്ചിങ്ങ് ഫീഡ് ചെയ്തിട്ട് 10,000 1000 കുട്ടികൾ എക്സാം, 1000 ഒരു സ്കൂളിൽ കുട്ടികൾ എക്സാം എഴുതുമ്പോൾ അതുപോലെ പകർത്തി വയ്ക്കണ ഏറ്റവും മിടുക്കരായിട്ടുള്ള കുട്ടികൾക്ക് ടോപ്പ് മാർക്ക് വരും. അവര് 100-ൽ 97 98 ഒക്കെ എടുത്ത് ഇതുപോലെ പാസ്സായി പുറത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സയൻസ് സബ്ജക്റ്റ് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ? ഇല്ല എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ബോധ്യമായിട്ടുണ്ടാവും. കാരണം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണു, 10ാം ക്ലാസ്സിൽ സയൻസ് മെയിൻ എടുത്ത് പഠിക്കുന്ന ഒരു കുട്ടി, 10 മുതൽ +2 വരെ, ആ കുട്ടി +2-നാണ് 97%. 10ാം ക്ലാസ്സിലും +2-നും, അതായത് +2-ന് 97%, 10ാം ക്ലാസ്സിൽ 98 99 ആ കാറ്റഗറി ആയിരുന്നു. അപ്പൊ +2-ന് ഈ 97% മാർക്കോടുകൂടി +2 കഴിഞ്ഞിറങ്ങിയ കുട്ടികളൊക്കെ തന്നെ കൃത്യമായിട്ട് സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഡോക്ടർമാർക്ക് തുല്യമായിരിക്കും. പകരം നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റം ആയതുകൊണ്ടാണ് ആ കുട്ടിക്ക് ഒരു പനീര കാര്യം പോലും അറിഞ്ഞുകൂടാ. പിന്നെ ഈ പിള്ളേർ എന്ത് ചെയ്യാനാ? ഈ സമൂഹത്തിലോട്ട് ഇറങ്ങി വന്നിട്ട് എന്ത് ചെയ്യാനാ? പ്രേക്ഷകർ ചിന്തിച്ചു. ഇതാണ് ഞാൻ ഇതിന് ഉദാഹരണം പറഞ്ഞത്. ഒരു പനി ഉണ്ടാവണ കണ്ടന്റ് അറിഞ്ഞുകൂടാത്തൊരു കുട്ടി 97% മാർക്കോടുകൂടി +2 സയൻസ് പാസ്സാവാമെങ്കിൽ, 10ാം ക്ലാസ്സിൽ 98 99% കൂടി മാർക്കോടുകൂടി സയൻസ് പാസ്സായി പുറത്തിറങ്ങിയതിന് ശേഷം ഇവര് എന്തടിസ്ഥാനത്തിലാണ് നമ്മളെ മെഡിക്കൽ രംഗത്തിരുന്നിട്ട് നമുക്ക് പുതിയ സാധനങ്ങൾ ഉണ്ടാക്കി തരുന്നത്? ഇവർ പഠിക്കുന്നത് ജോലിക്ക് വേണ്ടിയാണ്. സ്കൂൾ പഠിപ്പിക്കുന്നത് ജോലിക്ക് വേണ്ടിയാണ്. ജോലിക്ക് വേണ്ടി പഠിക്കുന്ന കുട്ടികൾ എപ്പോഴും ഇങ്ങനെയായിരിക്കും. അവർക്ക് മിഷനറി വേണം, പിന്നെ ആരെങ്കിലും ഉണ്ടാക്കി കൊടുക്കുന്ന സിസ്റ്റത്തിന്റെ പുറകെ ഇരുന്നവർ വർക്ക് ചെയ്യും. പക്ഷെ അവർക്കല്ലാതെ അവർക്ക് ഒരു നോളജും ഉണ്ടാവില്ല. അവരുടെ നോളജ് എന്ന് പറയുന്നത് 0 - 100%. വളരെ വേഗത്തിൽ ഞാൻ ഇതാ ഒന്നുകൂടെ നിങ്ങൾക്ക് അടുത്ത ബാക്കിയൂടെ പറഞ്ഞുതരാം. നിങ്ങളുടെ കുട്ടി സയൻസ് പഠിക്കുന്നുവെങ്കിൽ അടിസ്ഥാനപരമായിട്ട് ആ കുട്ടി സയൻസിൽ ചിന്തിച്ച് വളരുന്ന കുട്ടിയായിരിക്കണം. 10ാം ക്ലാസ്സിൽ 100-ന് 100 മാർക്ക് സയൻസിൽ എടുത്തിട്ടും കാര്യമില്ല. +2-ന് 100-ൽ 100 എടുത്തിട്ട് കാര്യമില്ല. കാരണം പറഞ്ഞില്ലേ, ഒരു പനിയുടെ കണ്ടന്റ് അറിഞ്ഞുകൂടാ. അവർ ചിന്തിക്കാനാണ് അവരെ പഠിപ്പിക്കേണ്ടത് സയൻസിൽ. നിങ്ങളുടെ കയ്യിൽ ഒരു പ്രോഡക്റ്റ് തന്നു, ഒരു സയൻസിന്റെ ഒരു ക്യാപ്സൂൾ തന്നു എന്ന് നോക്കൂ. ആ ക്യാപ്സൂള് ഡൈലൂട്ട് ചെയ്തിട്ട് ബോഡിയിൽ അത് എന്തുകൊണ്ടുണ്ടാക്കി, നിങ്ങൾക്ക് ഇന്ന രോഗമാണ്, ആ രോഗത്തിന് ഇത് കൊടുക്കുമ്പോൾ അതിൽ എന്തൊക്കെ സെല്ലുകൾ പ്രവർത്തിക്കുന്നു, നമുക്കിവിടെ ഈ രോഗത്തിന് വന്നിരിക്കുന്ന സെല്ലുകൾ ഏത്, ഈ സെല്ലിനെതിരെ അത് എങ്ങനെ പ്രവർത്തിക്കുന്നു, അത് പ്രവർത്തിച്ചതിന് ശേഷം അടുത്ത സെല്ല് എങ്ങനെ രൂപാന്തരപ്പെടുന്നു, ഇങ്ങനെ ഇവരെ മൾട്ടി ചെയ്ത് ചിന്തിക്കുന്ന രീതിയിൽ പഠിപ്പിച്ച് ഇവരെ പുറത്തിറക്കിയിരുന്നുവെങ്കിൽ ഇവരെല്ലാവരും ഒരു കുട്ടി ഡോക്ടർമാരായിട്ട് പുറത്തിറങ്ങുമായിരുന്നു. ഇനി ഡോക്ടർമാരവസ്ഥയിലോട്ടൊന്നും ഞാൻ പറയണില്ല, അതൊക്കെ നമുക്ക് പിന്നെ. ഞാനിപ്പോൾ ഇതിനോട് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി സ്കൂളിലെ വിദ്യാഭ്യാസം
സമ്പ്രദായം 100% തെറ്റാണെന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ തെളിയിച്ചു കഴിഞ്ഞു. ഇങ്ങനെ നമ്മൾ എത്ര കുട്ടികള് വർഷാവർഷം കേരളത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നു. ഞാൻ ഇപ്പൊ കേരളത്തിന്റെ മാത്രമാണ് പറയണത്. 2000 മുതൽ നമുക്ക് എടുക്കാം. 2000-ന് മുമ്പുള്ള എൻ്റെ ബാല്യകാലമൊക്കെ ഞാൻ വിടുന്നു. അത് മുതലൊക്കെ ഉള്ള കാര്യമൊക്കെ നമ്മുടെ സ്കൂളുകളൊന്നും അത്ര ഡെവലപ്പ് ആയിട്ടില്ല. ഗവൺമെന്റ് സ്കൂളുകൾ പോലും പരിതാപമായിരുന്നു. അധികം പേര് ഗവൺമെന്റ് സ്കൂളുകളിലാണ് പഠിച്ചിരുന്നത്. പ്രൈവറ്റ് സ്കൂളുകൾ ഇത്രയും ഗ്രോത്ത് വന്നിട്ടില്ല. ഇപ്പൊ പ്രൈവറ്റ് സ്കൂളിലാണ് ഗ്രോത്ത് കൂടുതൽ, ഗവൺമെന്റ് സ്കൂളിൽ ഡീ ഗ്രോത്ത് ഉള്ള സ്ഥലമാണ്. പക്ഷെ എങ്ങനെ തന്നെയായാലും 2000 മുതലുള്ളത് നമുക്ക് ഗ്രോത്ത് ആക്കി കണക്കാക്കാം. 2000 മുതൽ 2025 ആയി. 2000 മുതൽ 2025 25 വർഷത്തിനകത്ത് ശരാശരി നമ്മുടെ സ്കൂളുകൾ കേരളത്തിൽ മാത്രം ഏകദേശം 4 ലക്ഷത്തിന് മുകളിൽ കുട്ടികൾ 10ാം ക്ലാസ് പരീക്ഷ എഴുതി ഇറങ്ങുന്നുണ്ട്. സെയിം തുല്യമാണ് +2 ഇറങ്ങുന്നുണ്ട്. ഈ കുട്ടികളിൽ സയൻസ് ഗ്രൂപ്പ് എത്ര പേരെടുത്തു എന്നാണ് ചോദ്യം. എന്റെ ചോദ്യം ഇതാണ്. അതായത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കൂ പ്രേക്ഷകരെ. 4 ലക്ഷം കുട്ടികൾ 10ാം ക്ലാസ് പരീക്ഷ എഴുതി ഇറങ്ങുന്നുണ്ട്. അതേപോലെ അപ്രോക്സിമേറ്റ് ഏകദേശം 4 ലക്ഷത്തിനോളം അടുത്ത് വരും +2 പരീക്ഷ എഴുതി ഇറങ്ങുന്ന കുട്ടികൾ. ഇതിൽ സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കുന്ന കുട്ടികൾ എത്ര? അതാണ് ഒരു ആവറേജ് കണക്ക് നോക്കിയപ്പോൾ 2 ലക്ഷം മിനിമം ഉണ്ട്. 2 ലക്ഷം കുട്ടികൾ ഒരു വർഷ ശരാശരി സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ച് പുറത്തിറങ്ങുന്നു. ഇപ്പൊ 2000 മുതൽ 2025 വരെ കേരളത്തിൽ നിന്ന് സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ച് പുറത്തിറക്കിയവരുടെ എണ്ണം എത്ര? നിങ്ങൾ കണക്ക് കൂട്ടൂ. ഒരു വർഷം 2 ലക്ഷം പേര്. 2 ലക്ഷം പേര് 25 വർഷം കൊണ്ട് ഗുണിച്ച് ഈക്വലൈസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ 50 ലക്ഷം കുട്ടികൾ സയൻസ് ഗ്രൂപ്പ് മാത്രം എടുത്ത് കേരളത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ട്. ഇതില് കുട്ടികളെല്ലാവരും പലയിടത്തും ജോലിയിലൊക്കെ ഇരിപ്പുണ്ട്. ഡോക്ടർമാരായിട്ടും ഇതുപോലെയുള്ള എന്തെങ്കിലും ലാബുകളിലും മറ്റു കാര്യങ്ങളിലും വിദേശത്തും ഒക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. അത് ഞാൻ ഇല്ല എന്നൊന്നും പറയണില്ല. കുറെ പേര് അല്ലാതെ ഇരിപ്പുണ്ട്, പഠിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ 50 ലക്ഷം പേര് നമ്മുടെ ഇവിടെ നിന്ന് പഠിച്ച് പുറത്തിറങ്ങിയപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് വേഗത്തിൽ പറഞ്ഞുതരാം. കോവിഡ് വന്നിട്ട് 4.5 വർഷമായി. കോവിഡ് എന്ന് പറയുന്ന മഹാമാരി വന്നിട്ട് 4.5 വർഷമായി. ഈ 50 ലക്ഷം കുട്ടികൾ പഠിച്ച് കേരളത്തിൽ നിന്ന് പുറത്തിറങ്ങി സയൻസ് ഗ്രൂപ്പ് എടുത്ത് പുറത്തിറങ്ങിയിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഇതാ കോവിഡ് പോലൊരു വൈറസ് വരാൻ പോണു, ആ വൈറസിന്റെ മുൻഗണന നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിട്ട് അതിന് ഒരു വാക്സിനോ മെഡിസിനോ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും. അതാണ് ഞാൻ പറഞ്ഞ ഒന്ന്. ഈ പറഞ്ഞ പനി നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണേണ്. പനി ഉണ്ടാകണം. പനി ഉണ്ടായാൽ മാത്രമേ നമ്മുടെ ബോഡിയിൽ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ, അതായത് പ്രതിരോധം കൂടുള്ളൂ. പനി ജലദോഷമൊക്കെ ഉണ്ടാകാതിരുന്നാലാണ് പ്രശ്നം. ഇടയ്ക്കിടയ്ക്ക് പനിയൊക്കെ വരണം, ഇടയ്ക്കിടയ്ക്ക് ജലദോഷം ഉണ്ടാവണം. എങ്കിലേ ബോഡിയുടെ ഇൻസൈഡിൽ കിടക്കുന്ന വേസ്റ്റ് വെളിയിൽ പോവുകയും പുതിയ സെല്ലുകളൊക്കെ രൂപാന്തരപ്പെടുകയും ചെയ്യുള്ളൂ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ പനിക്കെങ്കിലും നമ്മുടെ കുട്ടികൾ പുതിയൊരു മെഡിസിൻ കണ്ടുപിടിക്കുന്നുണ്ടോ? 50 ലക്ഷം കുട്ടികൾ സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ച് പുറത്തിറങ്ങി നിങ്ങൾ മനസ്സിലാക്കണം. ഇതിൽ ആരെങ്കിലും എന്തെങ്കിലും കണ്ടുപിടിക്കുന്നുണ്ടാവും, അത് വളരെ വിരലിലെണ്ണാവുന്നവര്. ഇനി ഏതെങ്കിലും വൈറസ്, എക്സാമ്പിൾ സയൻസ് എടുത്ത് പഠിക്കുന്ന ഒരു കുട്ടി സ്വന്തം വീട്ടിൽ ഒരു 5-6 അംഗങ്ങൾ കാണും. ആ വീട്ടിലെ അംഗങ്ങളുടെ രോഗവുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു റിസർച്ച് ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? നിങ്ങൾ പറയൂ. നിങ്ങളുടെ വീട്ടിൽ 5-6 പേരുണ്ടാവുമല്ലോ. അസുഖങ്ങൾ മാറി മാറി വരും. പനി മുതൽ ഇങ്ങനെയാണ്. അമ്മൂമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ വരും. പിന്നെ ഒരു 40 വയസ്സ് കഴിഞ്ഞ ക്യാൻസർ വളരെ വേഗം വരും. ഷുഗർ ഉണ്ട്. ഇങ്ങനെ ഏതെങ്കിലും രോഗവുമായിട്ട് ബന്ധപ്പെടുത്തി ഈ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അതിന്റെ കണ്ടന്റ് റിസർച്ച് ചെയ്തിട്ട് ഡോക്ടർ കൊടുക്കുന്ന മെഡിസിൻ എന്തെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും. ഞാൻ പറയുന്നു ഇല്ല. ഇനി ഈ കുട്ടികൾ ആരെങ്കിലും തന്നെ ഈ സയൻസ് മെയിൻ എടുത്ത് പഠിക്കുമ്പോൾ സയൻസിന്റെ ഓരോ മരുന്നുകൾ ഉണ്ടാക്കുന്നതും ഓരോ സ്റ്റെമ്മിൽ നിന്നാണ്. അതായത് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന് കൃത്രിമമായിട്ട് സൃഷ്ടിക്കപ്പെടുന്നില്ല. അതൊക്കെ നമ്മൾ തെറ്റായി പഠിപ്പിച്ചിരിക്കുകയാണ്. അതിൽ ചേർക്കുന്ന ചില കണ്ടന്റുകൾ മാത്രമാണ് പിടിച്ചിരിക്കാൻ കരുതി അല്ലാതെ ചെയ്യണത്. അതും അല്ലാതെ ചെയ്യണില്ല, അതും ഇവിടെ നിന്ന് പ്രകൃതിയിൽ നിന്ന് എടുക്കുന്നതാണ്. അപ്പൊ നമ്മുടെ ചുറ്റുപാടുകളിൽ എവിടെയൊക്കെ മെഡിസിന്റെ ഒരു സെൻസ് ഉണ്ടെന്നും ഏതൊക്കെ ചെടികളിൽ നിന്ന് സാധ്യതയുണ്ട്, എല്ലാ ചെടികളിൽ നിന്നും സാധ്യത ഭയങ്കരമാണ്. അതിന്റെ സെൽസുകൾ തിരിച്ചെടുക്കണം, എടുത്തിട്ട് അത് ഏതിനെന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും രീതിയിൽ അതിന്റെ ഒരു കണ്ടന്റിന് കണ്ടുപിടിച്ചിട്ട് ഒരു പുതിയ മെഡിസിൻ നമ്മുടെ കുട്ടികൾ കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പറയൂ. ഇനി നിങ്ങളുടെ വീട് തന്നെ ഒരു
ടോയ്ലറ്റ് കൂമ്പാരമാണ്. കാരണം നമ്മളെ വീടുകളെല്ലാം തന്നെ അടച്ചതാണ്. എയർ സർക്കുലേഷൻ അത്യാവശ്യമുള്ളൂ, ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ തുറക്കൂല. നമ്മൾ വീടുകൾ തുറന്നിടാതിരിക്കും തോറും എന്താണ് സംഭവിക്കുന്നത്? അതിനകത്ത് മറ്റ് വൈറസുകൾക്ക് വളരെ വേഗം വളരാൻ ഇടവരും. അതിനെയൊക്കെ നമ്മൾ എന്ത് പറയണത്, ടോയ്ലറ്റ് ക്ലീനറോ മറ്റോ അതൊക്കെ കൊണ്ട് ഇവിടെ അടിക്കണത് അടിച്ച് കുറെ കൊല്ലും, കുറെ വീണ്ടും അതിനെ പ്രതിരോധിച്ച് വീണ്ടും ഉണ്ടാവും. നമ്മുടെ ഈ സയൻസ് പഠിക്കുന്ന കുട്ടികളെ കുറിച്ച് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ സയൻസ് പഠിക്കുന്ന ഏതെങ്കിലും കുട്ടി സ്വന്തം വീട്ടിനകത്ത് ഏതൊക്കെ ടൈപ്പ് വൈറസ് ഉണ്ട്, പോസിറ്റീവ് വൈറസ് എത്ര, നെഗറ്റീവ് വൈറസ് എത്ര, പുതിയ വൈറസുകൾ വരുന്നുണ്ടോ എന്ന് എന്തെങ്കിലും സെർച്ച് ചെയ്യാറുണ്ടോ? ചെയ്തിട്ട് ഒരു വിഷയമെങ്കിലും വീട്ടിൽ ഡിസ്കസ് ചെയ്യാറുണ്ടോ? ഞാൻ പറഞ്ഞ 2 ലക്ഷം കുട്ടികൾ സയൻസ് ഗ്രൂപ്പ് ഇറങ്ങിയ കുട്ടികളെ കുറിച്ചാണ് പറഞ്ഞത്. അതായത് 50 ലക്ഷം കുട്ടികൾ സയൻസ് പഠിച്ചിറങ്ങി. 50 ലക്ഷം കുട്ടികൾ സയൻസ് പഠിച്ചിറങ്ങിയതിന് ശേഷം നമ്മളിവിടെ രോഗം കൂടിയോ കുറഞ്ഞോ? ഷുഗർ പേഷ്യന്റ് കൂടിയോ കുറഞ്ഞോ? ക്യാൻസർ പേഷ്യന്റ് കൂടിയോ കുറഞ്ഞോ? പറയൂ നിങ്ങൾ. BP കൂടിയോ കുറഞ്ഞോ? ഇനി മറ്റു രോഗങ്ങൾ കൂടിയോ കുറഞ്ഞോ? നിങ്ങളൊന്ന് കൃത്യമായിട്ട് നോക്കിയേ, നിങ്ങളൊന്ന് അന്വേഷിക്കുക. ഇനി ആ രോഗങ്ങൾ കൂടി കുറഞ്ഞത് ഇരിക്കട്ടെ, ഈ രോഗങ്ങളുടെയൊക്കെ ഉറവിടവും അതിനുള്ളൊരു പ്രതിരോധ മരുന്നോ എന്തെങ്കിലും നമ്മുടെ കുട്ടികൾ ആരെങ്കിലും കണ്ടുപിടിക്കുന്നുണ്ടോ? എന്നിട്ട് നിങ്ങൾ നോക്കിയിട്ട് എൻ്റെ അടുത്ത് മറുപടി പറയും. അതാണ് ഞാൻ പറഞ്ഞത്, സ്കൂളിലെ വിദ്യാഭ്യാസം ആട്ടാപ്പടലം ബേസ്മെന്റ്, അതായത് അതാണ് പറഞ്ഞത്, അതിന്റെ റൂട്ട് അതോടെ പിഴുതെടുത്തിട്ട് തൂക്കി ദൂരെ എറിയണം. എന്നിട്ട് ഇവരെ പഠിപ്പിക്കണം അധ്യാപകർ എല്ലാത്തിനെയും റീപ്ലേസ് ചെയ്യണം. അവരെ പിരിച്ചുവിടണമെന്നല്ല അതിന്റെ അർത്ഥം. റീപ്ലേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പിരിച്ചുവിടലെന്നല്ല, അവരെ ഹെവി ട്രെയിനിങ് കൊടുത്തിട്ട് ടോട്ടലി മാറ്റണം. അതാണ് ഞാൻ പറഞ്ഞത്, അവരെ ഈ പഠിച്ചിരിക്കുന്ന സിസ്റ്റം തന്നെ എടുത്ത് തൂക്കി ദൂരെ എറിയണം. 2 മാറാനുള്ള വഴിയാണ് പറയണത്. മാറിയേ പറ്റൂ, മാറിയില്ലെങ്കിൽ വലിയ അപകടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 3 ജോലിക്ക് വേണ്ടി പഠിക്കുന്ന സിസ്റ്റം ഒഴിവാക്കണം. പ്രത്യേകിച്ച് സയൻസ് ഗ്രൂപ്പ് പഠിക്കുന്ന പിള്ളേർ പ്രത്യേകിച്ച് പറയണം, ജോലിക്ക് വേണ്ടി പഠിക്കുന്ന സിസ്റ്റം തന്നെ എടുത്തു കളയണം. ഇങ്ങനെ സ്കൂളിനെ വേരോടെ, അതായത് ബേസ്മെന്റോടെ പറിച്ച് ദൂരെ എറിഞ്ഞിട്ട് അധ്യാപകരെ വെൽ ട്രെയിനോടുകൂടി റീപ്ലേസ് ചെയ്യണം. ഇനി 4 ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണത്, പ്രേക്ഷകരുടെ അടുത്ത് ഞാൻ വ്യക്തമായിട്ട് പറയണത്, ഏറ്റവും ഹൈ സ്റ്റഡി ഉള്ള അധ്യാപകരെ മാത്രമേ pre-KG, LKG, ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് സ്റ്റാൻഡേർഡിലൊക്കെ പ്ലേസ് ചെയ്യാവൂ. നമുക്കിവിടെ നേരെ തിരിച്ചടിക്കണേ, ഏറ്റവും ഹൈ സ്റ്റാൻഡേർഡുള്ള +2 പഠിപ്പിച്ചുകൊണ്ടിരിക്കും. അതവരൊക്കെ അതിനുള്ള ക്വാളിഫിക്കേഷൻ ഇരിക്കട്ടെ. അതിനേക്കാളും 2 മടങ്ങ് ക്വാളിഫിക്കേഷൻ ഉള്ള അധ്യാപകരെ വേണം pre-KG, LKG, UKG സെക്ഷനിൽ തീരുമാനിക്കാൻ. അവിടെയാണ് കുട്ടികളുടെ എല്ലാ സ്റ്റാർട്ടപ്പും സ്റ്റാർട്ട് ചെയ്യണത്. ബ്രെയിൻ ഡെവലപ്പ് ആവണത്, മറ്റു രീതിയിലെല്ലാം കുട്ടിയുടെ ബോഡി ഡെവലപ്പ് ആവണത്, അവരുടെ ഓരോന്നും അവർ അന്വേഷിച്ചു തുടങ്ങുന്നത്, ചോദ്യങ്ങൾ കൂടുതൽ ചോദിക്കപ്പെടുന്നത്, അവരെ എല്ലാത്തിലും റിസർച്ച് ചെയ്യാൻ തുടങ്ങുന്നത്, ഇതെല്ലാം ചെറുപ്രായത്തിലാണ്. ഇതൊരു 14 വയസ്സ് കഴിഞ്ഞു പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല. ഈ 14 വയസ്സിനകത്ത് റീപ്ലേസ് ചെയ്താൽ മാത്രം ഈ കുട്ടികൾക്ക് ഈ റിസർച്ച് മനോഭാവത്തോടെ ട്രെയിനിങ് കൊടുത്ത കുട്ടികൾ വെരി വെല്ലായിട്ട് പുറത്തിറങ്ങും. അപ്പൊ ഇവിടെയൊക്കെ പ്ലേസ് ചെയ്യുന്ന അധ്യാപകർ എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പ് വിദ്യാഭ്യാസമല്ല, ഏറ്റവും ടോപ്പ് ട്രെയിനിങ് ഉള്ള ടോപ്പിലുള്ള അധ്യാപകർ ഇവിടെ പ്ലേസ് ചെയ്യണം. മറ്റതിന് അതിൻ്റെതായ ക്വാളിഫിക്കേഷൻ കൊടുക്കണം. ഇങ്ങനെ കുട്ടികളെ സ്കൂളിന്റെ ബേസ്മെന്റ് മാറണം. ബേസ്മെന്റ് മാറിയതിനു ശേഷം ഈ ക്ലാസ്സിൽ വേർതിരിച്ചിരുത്തുന്ന പരിപാടി നിർത്തണം. 1, കുട്ടികളെ ഈ ആൺകുട്ടി പെൺകുട്ടി ലിംഗവിവേചനം ഒന്നും പാടില്ല. LKG, UKG കുട്ടികളുടെ മുതലേ അവരെ ലിംഗവിവേചനം പഠിപ്പിക്കും. അവിടെ നിന്ന് അത് മാറ്റണം. അത് ജസ്റ്റിനിടെ സൂചിപ്പിച്ചെന്നുള്ളേ ഉള്ളൂ. 2, കുട്ടികളെ തുറന്നുവിടണം. കുട്ടികളെ തുറന്നുവിടണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും നമ്മുടെ കെട്ടിൽ നിന്ന് തുറന്നുവിടണം. നിങ്ങൾ കെട്ടിടാതിരിക്കുക. ക്ലാസ് റൂം ഓപ്പണൈസ് ചെയ്യണം. ക്ലാസ് റൂം സ്വതന്ത്രമുള്ളതായിരിക്കണം. കുട്ടിക്ക് റിസർച്ച് ചെയ്യാനും കുട്ടിക്ക് അപ്പം തോന്നുന്ന എന്ത് നോക്കാനും ചിന്തിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന ഫ്രീഡം സ്ഥലമായിരിക്കണം. അല്ലാതെ കുട്ടിക്ക് എന്തെങ്കിലും തോന്നിയാസങ്ങൾ കാണിക്കുന്നതിന്റെ അല്ല ഞാൻ പറഞ്ഞത്. കുട്ടിക്ക് ഫ്രീഡത്തോടെ ഇടപഴകാൻ പറ്റുന്ന സ്ഥലമായിരിക്കണം ക്ലാസ് റൂമുകൾ. അങ്ങനെ ആക്കി, അതാണ് ഏറ്റവും ടോപ്പ് ട്രെയിനിങ് ടോപ്പിലുള്ള അധ്യാപകരായിരിക്കണം LKGയിൽ, pre-KGയിലും LKGയിലും ട്രെയിനിങ് കൊടുക്കാൻ. എന്നിട്ട് ഈ കുട്ടികളുടെ ബ്രെയിനും എല്ലാം തന്നെ ഡെവലപ്പ് ആവുന്ന ഒരു പീരീഡ് ആണത്.
ഈ പീരീഡ് ഓഫ് ലെവലിൽ ഈ കുട്ടികളുടെ സ്കില്ല് കണ്ടെത്തണം. ഈ കുട്ടികളുടെ സ്കില്ല്, അതായത് ഈ സയൻസ് പഠിക്കുന്ന കുട്ടി, സയൻസിൽ നല്ല ബ്രെയിനാണ് കുട്ടിക്ക്, സയൻസിലാണ് ബ്രെയിൻ. അതാണ് ഞാൻ നിങ്ങളുടെ എക്സാമ്പിൾ ഇതാ പറഞ്ഞു വരുന്നത്. മറ്റു കുട്ടികളെ ഞാൻ ഇവിടെ നിർത്തുകയാണ്, മറ്റു വിഷയമൊന്നും പറഞ്ഞില്ല. ഇപ്പോൾ സയൻസിനെ കുറിച്ച് മാത്രമാണ്. ഒരു കുട്ടി, അത് നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു 30 കുട്ടികളുണ്ടെന്ന് വെച്ചോളൂ. 10 കുട്ടികൾ ബ്രില്യൻറ്റ്, സയൻസിൽ നല്ല കോൺസെൻട്രേഷൻ, അങ്ങനെ ഡെവലപ്പാണ്. ഈ അധ്യാപകർ, അതായത് ഈ പറഞ്ഞ ടോപ്പിലുള്ളവർ അതിന് ആ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നു. ഇവർ വളരെ ടോപ്പിലോട്ട് ഈ സയൻസിലോട്ട് താല്പര്യം കാണിച്ച് സയൻസ് സബ്ജക്റ്റിലോട്ട് നല്ല താല്പര്യം വരണം. അവിടെ സ്റ്റാർട്ട് ചെയ്യണം. അവിടെ കുട്ടികളെ ഓപ്പണൈസ് ചെയ്ത് പുറത്തിറക്കണം. അവിടെ അവർക്ക് ലാബുകൾ ഒരുക്കണം. അവിടെ അവർക്ക് റിസർച്ച് ഒരുക്കണം. എന്താണ് റിസർച്ച്? കുട്ടികൾ ആദ്യം ചിന്തിപ്പിക്കാൻ പഠിപ്പിക്കണം. അതായത് നിങ്ങൾക്ക് ഒരു അസുഖം വന്നാൽ, ഇന്ന രീതിയിൽ ഒരു അസുഖം സ്റ്റാർട്ടായാൽ ആ അസുഖത്തിനെടുക്കുന്ന മെഡിസിൻ ഇന്ന സ്റ്റെംസിൽ നിന്ന് എടുക്കുന്നെങ്കിൽ ആ സ്റ്റെംസിനെ കുറിച്ച് ഈ കുട്ടികൾക്ക് സെല്ലുകൾ പഠിപ്പിച്ച് അത് കൂട്ടി യോജിപ്പിക്കുന്ന വിധം പഠിപ്പിക്കണം. എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ, അല്ലാതെ ഇങ്ങനെ തന്നെന്നല്ല. അത് നിങ്ങൾ പ്രൊഫഷണൽ ആയിട്ടുള്ളവർ അത് നിങ്ങൾ ട്രെയിൻ ചെയ്ത് വരുമ്പോൾ കറക്റ്റ്. ഒന്ന്, അങ്ങനെയുള്ള സ്റ്റെംസുകളൊക്കെ തന്നെ നിങ്ങളുടെ വീട്ടിന്റെ ചുറ്റും ഈ പ്രകൃതിയിൽ ഇങ്ങനെ ഉണ്ട്, അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഒരുക്കി കൊടുക്കണം. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും? വളരെ ബാല്യകാലത്തിൽ തന്നെ റിസർച്ച് മനോഭാവമുള്ളവരാവും. സയൻസ് പഠിക്കുന്ന കുട്ടിയെ കുറിച്ചാണ് പറയുന്നത്. വീട്ടിൽ പോകുമ്പോഴത്തേക്ക് വീട്ടിനകത്തുള്ള സെല്ലുകളെയൊക്കെ കുറിച്ച് തിരിച്ചറിയാനുള്ള, അതൊക്കെ വളരെ ലൈറ്റ് മെഷീനറിയെ ആവശ്യമുള്ളൂ. ഇപ്പോഴൊക്കെ ടെക്നോളജി വളർന്നത്. ഇതിനെക്കുറിച്ച് ഇത് റിസർച്ച് ചെയ്യാനായിട്ട് അത് പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുത്താൽ മാത്രം പോരാ. ഇപ്പോഴാണെങ്കിൽ അത് എളുപ്പമാണ്. മുമ്പ് പുസ്തകമൊന്നും വേണ്ട. എന്തിനാണ് ഇപ്പോൾ പുസ്തകം? ഇപ്പോൾ എന്ന് പറയുന്നത് എല്ലാവരും എൻസൈക്ലോപീഡിയയാണ്. കാരണം വിച്വൽ റിയാലിറ്റി വന്ന്, അതായത് ഇത് നിങ്ങൾ കുട്ടി ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയണത്, ഒരു മാതളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ആപ്പിളിൽ നിന്ന് നിങ്ങളൊരു സെൽസ് റിവേഴ്സ് ചെയ്ത് എടുക്കുന്നതായിട്ട് പഠിച്ചാൽ ആപ്പിളിന്റെ കണ്ടന്റ് പഠിക്കാൻ കരുതി ആപ്പിൾ തോട്ടത്തിൽ ഉടനെ ഇപ്പൊ ഇറങ്ങാൻ പോലും പോകണ്ട. വിഷ്വൽ ഇപ്പോഴുള്ള എയുടെ എഫക്റ്റും ക്ലാസ് റൂമുകളിലെല്ലാം തന്നെ റിയലായിട്ട് നമുക്ക് വിഷ്വൽ റിയാലിറ്റി കൊണ്ട് സെറ്റ് ചെയ്യാന്നുള്ളത് കൊണ്ട് അവിടെ തന്നെ ആ തോട്ടം മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. മനസ്സിലാക്കി എക്സാമ്പിൾ പറഞ്ഞതാണ് ഞാൻ. അത് മനസ്സിലാക്കി കൊടുത്തിട്ട് അവിടെ നിന്ന് തന്നെ കുട്ടി തന്നെ റിസർച്ച് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് അവരെ 2 ആപ്പിളോ 2 ഓറഞ്ചോ അല്ലെങ്കിൽ ഒരു പറഞ്ഞ മാതളോ കുട്ടിക്ക് വാങ്ങി അവിടെ ഇത് ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് കുട്ടി വേർതിരിച്ച് പഠിക്കും. എക്സാമ്പിൾ പറഞ്ഞാണ്. വൈറസിനെ, അതായത് എളുപ്പം ഞാൻ പറഞ്ഞാണ്, അത് ഏറ്റവും എളുപ്പം. അതിൽ നിന്ന് സ്റ്റെൽസുകൾ മാറ്റിയെടുക്കാൻ പഠിക്കും. അല്ല നിങ്ങൾ വലിയ കെമിക്കൽ കൊണ്ടുവന്ന് കുട്ടിയുടെ മുമ്പ് വെച്ചു കൊടുത്തിട്ട് കുട്ടിക്ക് അപകടം വന്ന കാര്യമല്ല ഞാൻ പറഞ്ഞ. കൊച്ചു കുട്ടികൾ മനസ്സിലാക്കേണ്ടതാണ് ഇങ്ങനെ. അതായത് ഇതെല്ലാം തന്നെ. അപ്പൊ നമുക്ക് പുസ്തകം പോലും വേണ്ട. പുസ്തകത്തിന്റെ കാലം കഴിഞ്ഞ്, അതാണ് പറഞ്ഞത്, തൂക്കി ദൂരെയാണ് ബുക്കുകളെല്ലാം. അതൊരു റിസർച്ചിന് വരുന്നത് നോക്കാൻ കരുതി മാത്രമല്ലാണ്. ഇത്രയും ക്രിയേറ്റിവിറ്റി ആയി കഴിഞ്ഞ് നമ്മൾ ഇപ്പോഴും സ്കൂളിൽ പുസ്തകം ഇരുത്തിയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. എന്റെ മകൻ പഠിക്കുന്ന സ്കൂളിന്റെ സ്ഥിതി ഇത് തന്നെയാണ്. ഇപ്പോഴും ക്ലാസ് റൂമിലെല്ലാം ഒരു കെട്ട് ബുക്കുമായിട്ടാണ് കുട്ടി പോണത്. എനിക്ക് മനസ്സിലാവണില്ല. 2025 അപ്പോൾ ഞാനിത് പറഞ്ഞാണ്, ഇങ്ങനെ കുട്ടികൾ സയൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കുട്ടികൾ, അതാണ് ഞാൻ പറഞ്ഞത്. ആ കുട്ടികൾ അങ്ങനെ ഒന്ന് നിങ്ങൾ ആ പ്രീ കെ ജിയിൽ LKG UKG ആയി ഫസ്റ്റ് സ്റ്റാൻഡേർഡായി സെക്കൻഡ് സ്റ്റാൻഡേർഡ് ആകുമ്പോഴേ കുട്ടികൾ ബ്രെയിൻ ചിന്തിക്കാൻ തുടങ്ങും. മനസ്സിലായോ? അതായത് ഞാനതാണ് പ്രേക്ഷകരുടെ, നമ്മൾ പുസ്തകത്തിൽ എഴുതി വച്ചു പഠിച്ചതിന് ശേഷം പുറത്തിറങ്ങിയതിനു ശേഷം പുതിയ മൈക്രോബയോളജി പഠിക്കാൻ പോയി. അപ്പോഴും ആ കുട്ടിക്ക് ആരെങ്കിലും പറഞ്ഞു കൊടുക്കണതേ അറിയാവും. ഇതേ രീതിയിൽ ആ കൊച്ചിലെ പഠിച്ചു വന്നെങ്കിലോ, അവൾ ഇവിടുത്തെ PhD എടുത്തിരിക്കുന്ന ഡോക്ടറെക്കാളും മെഡിസിൻ പറയും. PhD എടുത്തിരിക്കുന്ന ഡോക്ടറെക്കാളും സ്കിന്നിനെ കുറിച്ച് പറയും. നമ്മുടെ ബോഡിയിൽ ഇന്ന് ലേറ്റസ്റ്റ് രീതിയിൽ ടെക്നോളജി ചെയ്തിട്ട് എങ്ങനെ ബോഡി മുറിക്കാതെ നമ്മുടെ ഇതിനകത്തുനിന്ന് സെൽസുകൾ മാറ്റിയിട്ട് റീജോയിൻ ചെയ്യിക്കാന്ന് പറഞ്ഞ് പഠിക്കും. കാരണം കുട്ടി ചിന്തിച്ച് പഠിക്കുകയാണ്. അവർ ചിന്തിച്ചിട്ട് വർക്ക് ചെയ്യാണ്. അവർ ചിന്തിച്ച് സെർച്ച് ചെയ്യാണ്, റിസർച്ച് ചെയ്യാണ്. അവർ പുതിയത് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ അവർ പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ എങ്ങനെ ഇരിക്കും കുട്ടികൾ? അല്ലാതെ നമ്മൾ പഠിച്ച് കുട്ടികളെ പുറത്തിറക്കി കഴിഞ്ഞാൽ, ഞാൻ ഈ കണ്ട ആകസ്മിക എന്ന് പറഞ്ഞ കുട്ടിയുടെ സ്റ്റേജിലാണ് നിങ്ങളുടെ കുട്ടി ചെന്നെത്തുന്നത്. അതായത് ഒരു മണ്ടൻ കുട്ടി. ആ കുട്ടിയെ മന്ദബുദ്ധി എന്നാണ് ഞാൻ പറയുള്ളൂ. ആ കുട്ടി മന്ദബുദ്ധിയാണ്. ഇപ്പൊ എന്റെ മകനും ഇങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ എന്റെ മകനും മന്ദബുദ്ധിയായി മാറുകയാണ്. ഇങ്ങനെ നമ്മുടെ സ്കൂളുകൾ കംപ്ലീറ്റ് മന്ദബുദ്ധികളുടെ കേന്ദ്രമായിരിക്കുകയാണ് ഇപ്പോഴും 2025.
ഞാൻ 20 വർഷത്തിന് മുമ്പേ ഞങ്ങളെപ്പോലെ കുറച്ച് പേര് 2000 മുതൽ പറയാണ് മാറ്റണമെന്ന്. കാരണം ലോകം മാറി, സ്കില്ലിന്റെ ലോകം. എന്തെങ്കിലും ക്ലിയർ ചെയ്ത് കണ്ടെത്താനും പഠിച്ചാൽ മാത്രമേ കാര്യമുള്ളൂ. അത് പഠിക്കുകയല്ല ചെയ്യണേ, ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കണം. ചിന്തിക്കാനാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് സ്കൂളിൽ. മാർക്കിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ വേർതിരിച്ച് കാണരുത്. മാർക്ക് എന്ന് പറയുന്നത് IQ ലെവൽ മാത്രമാണ്. ഒരു കുട്ടിക്ക് മെമ്മറി നന്നായിട്ട് സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റുമെങ്കിൽ ആ കുട്ടി നമ്മൾ ബുക്കിലുള്ളതുപോലെ പഠിക്കുകയും അത് തലയിലിരിക്കുകയും അത് പകർന്നെഴുതാനും പറ്റും. പക്ഷേ അത്ര പഠിക്കാത്ത കുട്ടികൾക്ക് മെമ്മറി സ്കിൽസ് എന്ന് പറഞ്ഞാൽ ആ പഠിക്കുന്നത് സൂക്ഷിച്ചു വെക്കാനുള്ള സെൽസിന്റെ കുറവേ ഉള്ളൂ. മറ്റു രീതിയിലെ കുട്ടി അൺബിലീവബിൾ ബ്രില്യൻ്റ് ആയിരിക്കും. അപ്പോൾ സയൻസിന് 100 മാർക്ക് വാങ്ങുന്ന കുട്ടിയും 60 മാർക്ക് വാങ്ങുന്ന കുട്ടി റിസർച്ച് ലെവലിൽ എടുത്താൽ ചിലപ്പോൾ 100 മാർക്ക് വാങ്ങുന്ന കുട്ടിക്കാലും ബ്രില്യൻ്റ് ആയിരിക്കും 60 മാർക്ക് വാങ്ങുന്ന കുട്ടി. പ്രോഡക്റ്റ് വേഗം കണ്ടുപിടിക്കുന്നത് ആ കുട്ടിയായിരിക്കും. ഇത്തരം രീതിയിലെങ്കിലും സ്കൂളുകൾ മാറാൻ കാലമായി. 20-25 വർഷം മുമ്പേ ഞങ്ങൾ പറയണം. അതുകൊണ്ട് മാത്രമാണ് 50 ലക്ഷം കുട്ടികളെ കേരളത്തിൽ നിന്നിട്ട് ഇത്രയും സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചിറങ്ങിയിട്ടും നമുക്ക് ഒരു അസുഖമോ നമ്മുടെ എയറിലോട്ട് പുതിയ എന്തെങ്കിലും കടന്നു വന്നാലോ പുതിയ ബാക്ടീരിയകൾ എപ്പോഴും രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുക. അത് പ്രകൃതിയുടെ ജോലിയല്ലേ സെല്ല് രൂപാന്തരപ്പെടേണ്ടത്. നമ്മുടെ ബോഡിയിൽ സെല്ലുകൾ ചേഞ്ച് ചെയ്തുകൊണ്ടല്ലേ ഇരിക്കണം. എങ്കിലല്ലേ ഹെൽത്തോടെ ആയുസ് വളർന്നു പോവുള്ളൂ, നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ എന്തായും കട്ട രോഗിയായി മാറൂലേ. നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ സെല്ലുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ എന്ത് മണ്ടത്തരമാണെന്ന് നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ ചേഞ്ചസ്, അതായത് എപ്പോഴും അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുട്ടികൾ ഇത് കണ്ടുപിടിക്കാൻ പഠിക്കണം. അങ്ങനെ പഠിച്ച് വളർന്ന കുട്ടി ചിന്തിച്ച് എല്ലാ കാര്യത്തിലും എപ്പോഴും ചിന്തിച്ചേ ചെയ്യുള്ളൂ. ചിന്തിച്ച് ചെയ്യണ കുട്ടി നിങ്ങൾ പറഞ്ഞില്ലേ നല്ല രീതിയിൽ റൂട്ടോടി നന്നായിട്ട് വളർന്ന് നന്നായിട്ട് പന്തലിക്കുന്ന ഒരു വൃക്ഷമാണ്. അങ്ങനെ പന്തലിച്ചൊരു വൃക്ഷം സയൻസ് ഗ്രൂപ്പിൽ പുറത്തിറങ്ങിയാൽ അതിൽ നിന്ന് വരുന്നതെല്ലാം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളായിരിക്കും. പകരം നമ്മുടെ 50 ലക്ഷം മണ്ടൻ കുട്ടികളെ ഉൽപ്പാദിപ്പിച്ച വിദ്യാഭ്യാസമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കുറച്ച് പേരെന്തെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിലേ അത് ചിന്തിക്കുന്ന കുട്ടികളെ എത്തിയിട്ടുള്ളൂ. ബാക്കി എല്ലാവരും എവിടെയെങ്കിലും പോയി ജോലിയാണ് ചെയ്യണത് ഇപ്പോഴും. അതായത് സ്കൂളിൽ നിന്ന് ജോലിക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. എക്സാമ്പിൾ ഞാൻ പറയാം. ഏതെങ്കിലും ആശുപത്രി ഇട്ടിരിക്കുന്നത് എത്ര ഡോക്ടർമാരുണ്ട്? ഏതെങ്കിലും നേഴ്സിംഗ് സെന്റർ വലിയ വലിയ ലാബുകൾ ഇട്ടിരിക്കുന്നതിൽ എത്ര സയന്റിസ്റ്റുകളുണ്ട്? നിങ്ങൾ നോക്കി നോക്കൂ. ഇതെല്ലാം ഇട്ടിരിക്കുന്നത് മുതലാളിമാരാണ്. മുതലാളിമാരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനമായിട്ട് ഒരു ബന്ധം കാണില്ല. ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. പ്രൊഡക്ടിവിറ്റി അല്ല അവര് ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടവരാണ് ഇതിന്റെ തലപ്പത്ത് ഇരിക്കുന്നവർ, ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നവർ. അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഞാൻ സയൻസ് ഗ്രൂപ്പിനെ ഇപ്പോഴും അതാണ് പറഞ്ഞത്, സ്കൂളുകളുടെ ബേസ്മെന്റ് അടക്കം മാറേണ്ടതിന്റെ കാരണം ഇതാണ്. നിങ്ങൾ ചേഞ്ച് ചെയ്തില്ലെങ്കിൽ വരാൻ പോകുന്ന അപകടം ഭയങ്കരമാണ്. അതായത് അപകടം എന്ന് പറഞ്ഞാൽ ഇത്രയും ക്ലിയർ ആയി, നമുക്കെല്ലാം നമ്മുടെ കയ്യുടെ ഫ്രണ്ടിലായി, എല്ലാം നമ്മുടെ അവൈലബിലിറ്റി. ഇപ്പോഴും നമ്മൾ പുസ്തകവും കൊണ്ട് നടക്കുകയാണ്. അധ്യാപകർ ഇപ്പോഴും കാണാതെ പഠിപ്പിക്കുകയാണ്. പുസ്തകത്തിലുള്ള എഴുതുന്നത് ഒരു കോമയോ ഒരു ഡോട്ടോ തെറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മാർക്ക് വെട്ടിക്കുറച്ചിട്ട് മറ്റേ മാർക്ക് ഇടുകയാണ്. ഈ മാർക്ക് സിസ്റ്റം തന്നെ നിർത്തണം. കുട്ടികളുടെ അതാണ് ഞാൻ പറയുന്നത്. ഇതേ രീതിയിൽ ബാല്യകാലം മുതലേ അവരെ ചിന്തിക്കുന്നവരാക്കി മാറ്റണം. ചിന്തിക്കുന്നത് മാറ്റി അവർക്ക് അതിനുള്ള റിസർച്ച് ചെയ്യാനുള്ള അവസരങ്ങൾ LKG മുതൽ ഒരുക്കണം. അങ്ങനെ ഒരുക്കണമെങ്കിൽ സ്കൂളുകൾ മാറേണ്ടതുണ്ട്. സ്കൂളുകളിൽ വലിയ വലിയ ലാബുകൾ വരേണ്ടതുണ്ട്, റിസർച്ച് സെന്ററുകൾ വരേണ്ടതുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ട്രെയിൻ ചെയ്യാൻ പറ്റണം അധ്യാപകർ വരണം. നമ്മൾ ഇതുപോലെ പുസ്തകം പഠിപ്പിച്ച് വെച്ചിട്ട് വന്നിരിക്കുന്ന കുറെ PhD എടുത്ത അങ്ങനെയുള്ളവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരെ മാറ്റി ട്രെയിൻ ചെയ്യണം. ഇതൊക്കെ 25 വർഷത്തിന് മുമ്പേ വന്നെങ്കിൽ എന്നെ പോലുള്ളവരുടെ ലൈഫേ മാറിപ്പോയേനെ. മാറിപ്പോയെന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കാൻ വളരെ മോശമാണ് കേട്ടോ. ഞാൻ പറഞ്ഞ മനസ്സിലായി. അത് ബാക്കി ഞാൻ പറഞ്ഞിട്ടുണ്ട് ബാക്കിൽ നിന്ന് വരെ. കാരണം ഒരു ക്ലാസ്സിൽ ഇരിക്കുന്ന 30 കുട്ടികളുണ്ടെങ്കിൽ 10 കുട്ടികളെ സയൻസിലും മിടുക്കരായുള്ളൂ. ബാക്കി 20 കുട്ടികൾ അത് മറ്റു കാര്യങ്ങളിലായിരിക്കും മിടുക്കരായിരിക്കുന്നത്. അവരെ ഈ സയൻസിൽ നല്ല താല്പര്യമുള്ള കുട്ടികളെ എങ്ങനെ തിരിക്കണോ അവരെ അതുപോലെ മാറ്റി കൊടുക്കണം. അവസരം ഒരുക്കി കൊടുക്കണം. സബ്ജക്റ്റ് നിങ്ങൾ എത്ര വേണോ പഠിപ്പിച്ചോ, എത്ര വേണോ ലാംഗ്വേജ് പഠിപ്പിച്ചോ, എത്ര വേണോ കൊച്ചിലേറ്റ്, ഇതെല്ലാം 14 വയസ്സിന് മുമ്പേ നടക്കണം. അല്ലാതെ 19 വയസ്സായി കണ്ട ആകസ്മികയെ പോലെ 19 വയസ്സിന് ശേഷം ഞാനിതല്ല ഇതിന്റെ മൈക്രോബയോളജിയായിട്ട് പോകണമെന്ന് പറഞ്ഞിട്ടല്ല. മൈക്രോബയോളജി എടുക്കാൻ പറഞ്ഞ ഒരു കുട്ടി
മൈക്രോബയോളജിയുടെ എല്ലാ സിസ്റ്റവും, എല്ലാ റിസർച്ചും, മനോഭാവവും, എല്ലാ റിസർച്ചും എല്ലാം കഴിഞ്ഞ് വേണം ആ കോഴ്സിന് അവിടെ ചെല്ലാൻ. അപ്പോൾ ആ കുട്ടിയുടെ ഫ്രണ്ടിൽ കിട്ടുന്ന മിഷറിയിലെല്ലാം അവൾ പുതിയ പുതിയ സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്യും. അവൾ പുതിയത് കണ്ടുപിടിക്കും. നമ്മുടെ നാട്ടിൽ ഒരു രോഗം വരണ്ട, അതിനു മുമ്പേ അവർ കണ്ടുപിടിച്ചിരിക്കും. ഒരു വൈറസ് ലാൻഡ് ചെയ്യേണ്ട, അതിനു മുമ്പേ അതിന്റെ പ്രതിവിധി കുട്ടികൾ കണ്ടുപിടിക്കും. ഇല്ലാതെ 20-50 ലക്ഷം മണ്ടം പിള്ളേരെ സയൻസ് പഠിപ്പിച്ചിറക്കിയ സ്കൂളുകളാണ് നമ്മൾ. ഇതിൽ കുറച്ച് പേരൊക്കെ ഉണ്ട്, ഇല്ലെന്നൊന്നും പറയണില്ല. അത് എത്ര പെർസെന്റേജ്? 1%. ഈ 1%-ന് നമ്മൾ എന്തിനാ 50 ലക്ഷം പേരെ പഠിപ്പിച്ചിറക്കിയത്? ഈ ചേഞ്ചസ് എത്രയും വേഗം കണ്ടെത്തണം. അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇനി ഞാൻ വളരെ ഷോർട്ടായിട്ട് പറഞ്ഞ് നിർത്താം. കാരണം ക്ലാസ്സിൽ 10 കുട്ടികൾ ഈ മേഖലയിലോട്ട് തിരിച്ചെന്ന് വെച്ചോളൂ. ബാക്കി ഇരിക്കുന്ന 20 കുട്ടികൾക്ക് പല രീതിയിലായിരിക്കും ടാലന്റ് ഇരിക്കുന്നത്. ചില കുട്ടികൾക്ക് നല്ല ആക്ടിങ് ആയിരിക്കും ഇരിക്കുന്നത്, ചില കുട്ടികൾ സ്പോർട്സിലായിരിക്കും ഇരിക്കുന്നത്, ചില കുട്ടികൾക്ക് ഹിസ്റ്ററി ആയിരിക്കും, ചിലർ മാത്സ് ആയിരിക്കാം, ചിലർക്ക് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കും. ഇങ്ങനെ പല പല വിധത്തിലായിരിക്കും കുട്ടികളുടെ സ്കില്ല് വരുന്നത്. അപ്പൊ ഇതിലെല്ലാം തന്നെ ഫണ്ടമെന്റലി എല്ലാവരും ചിന്തിപ്പിക്കുന്ന രീതിയിൽ അതാത് മേഖലകളിൽ ഇവർക്ക് പഠനത്തിനൊപ്പം റിസർച്ച് വെക്കൊണ്ടിരിക്കണം. അങ്ങനെ കുട്ടികൾ ഗ്രോത്ത് ആയി വരണം. അതിന് ഞാൻ ഇനിയിപ്പോൾ ഒരു 4-5 എക്സാമ്പിൾ വേഗം കാണിച്ചു തരാം. ഇതാ, ഇത് നിങ്ങളുടെ വീട്ടിൽ എല്ലാവരും ഉപയോഗിക്കുന്ന സാധനമാണ് തേങ്ങ. ഈ തേങ്ങയുടെ കണ്ടന്റ് നിങ്ങൾ സയൻസ് പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചു നോക്കിയേ. ഈ തേങ്ങയിൽ നിന്ന് മെഡിസിൻ എടുക്കുന്നുണ്ടോ? വീട്ടില് ഫുഡിന് നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ എന്ത് രീതിയിലാണ് എനർജി നമ്മുടെ ബോഡിയിലോട്ട് ഫോം ചെയ്യണത്? തേങ്ങ ഉപയോഗിക്കാത്ത വീടുണ്ടോ നിങ്ങളുടെ കേരളത്തിൽ? തേങ്ങ ഉപയോഗിക്കാത്ത വീടുണ്ട്. ഇതിൽ നിന്ന് എനർജി നമ്മുടെ ബോഡിയിൽ ഫോം ചെയ്യും. ഇതിനെ നമ്മൾ അരച്ചും അല്ലാതെയൊക്കെ സെൽസ് ആക്കിയാണല്ലോ അകത്ത് പോണത്. അതിനൊക്കെ ഇതാക്കിയിട്ട് ഇത് അകത്ത് പോയിട്ട് എനർജറ്റിക് അടുത്ത സെൽസ് ആയിട്ടാണല്ലോ ബോഡിയിൽ രൂപാന്തരപ്പെടുത്തിട്ട് വരുന്നത്. എന്നിട്ട് അതിന്റെ വേസ്റ്റ് എന്ന് നമ്മൾ പറയുന്ന സാധനം പുറത്തു പോയിട്ടാണ് മറ്റ് ജീവികൾ ജീവിക്കുന്നത്. ഇതെല്ലാം ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ. ഇതിന്റെ എന്തെങ്കിലും കണ്ടന്റ് അറിയാമോ എന്ന് ചോദിച്ചു നോക്കിയേ സയൻസ് പഠിക്കുന്ന കുട്ടികൾക്ക്. ഇതിൽ നിന്ന് മെഡിസിൻ എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു നോക്കിയേ. ഇതിൽ നിന്ന് ഓയിലൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിന്റെ കണ്ടന്റ് ചോദിച്ചു നോക്കിയാൽ മതി. ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കിയേ. നിങ്ങളെ കുട്ടിക്ക് അറിയാമോ എന്ന് ചോദിച്ചു നോക്കിയേ. സ്കൂളിൽ റിസർച്ച് തുടങ്ങിയ കുട്ടി ഇത് പഠിക്കും. ഇതിൽ നിന്ന് തന്നെ കുട്ടി മെഡിസിൻ കണ്ടെത്തിക്കും. ഈ ചിരട്ടയുണ്ടല്ലോ, ലോകത്തിലെ ഏറ്റവും വലിയ ലോങ് ടൈം ബാറ്ററി സെക്ഷനിൽ വരുന്ന സാധനമാണ്. ഏറ്റവും വലിയ ലോഹം ചിരട്ട എന്നാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ഓർമ്മിക്കുന്നത്, ലോകത്തിലെ ഏറ്റവും ദൃഢതയുള്ള ലോഹം നമ്മുടെ ചിരട്ടക്കരിയിൽ നിന്നാണ് എടുക്കുന്നത്. അതാണ് ഇപ്പൊ സ്പേസിലോട്ടൊക്കെ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. അതവിടെ ഇരിക്കട്ടെ, അതിനെക്കുറിച്ചല്ല നമ്മുടെ ചർച്ച. നിങ്ങൾ ചോദിച്ചു നോക്കിയേ, ഇതിന്റെ എന്തെങ്കിലും കണ്ടന്റ് എന്റെ കുട്ടിക്ക് അറിയാമോന്ന്? ഇതൊന്ന് ഇതാ, ഇത് കണ്ടോ, അറിയാമല്ലോ, തക്കാളിക്ക. ഇതിൽ നിന്നും പലതും എടുക്കുന്നുണ്ട്. ഇത് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ പ്രതിഫലിക്കുന്നതും ഇതുകൊണ്ട് നമ്മുടെ സ്കിന്നിന് എന്തൊക്കെ വേരിയേഷൻ വരും, നമ്മുടെ ലുക്ക് എങ്ങനെ മാറും, നമ്മളെങ്ങനെ ഗ്ലൂമിങ് ആവും, നമ്മുടെ ശരീരത്തിൽ ഇത് ഏത് എനർജി തരും, ഇതിന്റെ കണ്ടന്റ് ഉണ്ട്. നിങ്ങൾ സയൻസ് പഠിക്കുന്ന കുട്ടികളടുത്തൊന്ന് ചോദിച്ചേ, അതിന്റെ കണ്ടന്റ് ഒന്ന് വേർതിരിച്ച് പറഞ്ഞുതരാൻ പറഞ്ഞേ. ഇതിൽ നിന്ന് നീ എന്തെങ്കിലും റിസർച്ച് ചെയ്യണമെന്ന് പറയുന്ന കുട്ടികളടുത്ത് ചോദിച്ചു. ഇപ്പോഴും +2-ന് 2-2.25 ലക്ഷം കുട്ടികൾ പഠിക്കുന്നുണ്ടാവും സയൻസ്. അതിൽ 97-98% മാർക്ക് വരും. ഇതിൻ്റെ നിന്നൊരു മെഡിസിൻ എടുക്കാൻ പറ്റുമെന്നാണ് കുട്ടിയോട് ചോദിക്കുക. അപ്പോൾ സയൻസ് പഠിക്കുന്ന കുട്ടി ഇതിൽ നിന്ന് മെഡിസിൻ എടുത്ത് തരണം. പിന്നെ ഒപ്പം തന്നെ ഇതിൽ നിന്ന് ഹെവി ലെവൽ ഫുഡൊക്കെ ഉൽപ്പാദിപ്പിക്കണം. ഇങ്ങനെ എന്തെങ്കിലും മെഡിസിൻ ഈ കുട്ടികൾക്ക് ഇതിന്റെ സെൽസിൽ നിന്ന് കണ്ടെത്താൻ പറ്റുമെന്ന് ചോദിച്ചു നോക്കിയേ. ഇതിന്റെ സെൽസിന്റെ ലെവൽ അറിയാമെന്ന് ചോദിച്ചു, ഇതിന്റെ എനർജി ലെവൽ അറിയാമെന്ന് ചോദിച്ചു നോക്കിയേ. ഇത് കൃത്യമായിട്ടൊന്ന് പറഞ്ഞുതരാൻ പറഞ്ഞു അവരെ റിസർച്ചിൽ കൂടി. ഇതാ ഞാൻ 2 വെച്ചു. ഇനി ഇതാണ്ടോ നിങ്ങൾ വീട്ടിലൊക്കെ ഉപയോഗിക്കണ മല്ലിയില എന്ന് വരെ മെഡിസിൻ എടുക്കുന്നുണ്ട്. മെഡിസിനെ പോട്ട് നമ്മുടെ ബോഡിയിൽ ഇതെങ്ങനെ മെഡിസിൻ ആവണം? എന്തുകൊണ്ട് യൂസ് ചെയ്യണം? ഇതെല്ലാം ഒരു ഫുഡെല്ലാം ഇതെല്ലാം നമ്മളെ വീട്ടിൽ യൂസ് ചെയ്യണത് എന്തുകൊണ്ടാണ്? നമ്മളെ ബോഡിയിൽ അതൊരു മെഡിസിനായിട്ട് മാറുകയാണ്, അതൊരു ഡ്രഗ്സായി മാറുകയാണ്. അല്ലല്ലോ നിങ്ങൾ ഡ്രഗ്സ് എന്ന് പറയുന്നത് വെള്ളം അടിച്ച് നടക്കുന്നത് കൊക്കൈൻ ഉപയോഗിക്കുന്നത് മാത്രമല്ല. ഡ്രഗ്സ് എല്ലാം ഉൽപ്പാദിപ്പിക്കുന്നത് ഇതുപോലത്തെ ചെടികളിൽ നിന്ന് തന്നെയാണ്, പലതിൽ നിന്നും. മദ്യമായാലും ഉൽപ്പാദിപ്പിക്കുന്നത് എന്തിനാണ്? ബ്രാൻഡ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്തിനാണ്? ഗ്രേപ്സിൽ നിന്ന്. വിസ്കി ഉൽപ്പാദിപ്പിക്കുന്നത് ഏതിന്നാണ്? വീറ്റിൽ നിന്ന്. റം ഉൽപ്പാദിപ്പിക്കുന്നത് ഏതിന്നാണ്? കരിമ്പിൽ നിന്ന്. അതുപോലെ പലതും.
ജിന്ന് ഉൽപ്പാദിപ്പിക്കണ ഏതിൽ നിന്നാണ്? വീട്ടിൽ നിങ്ങൾ ഇരിക്കില്ലേ, മല്ലി ഇല്ലേ, മല്ലി, ഇത് മല്ലിയല്ല, നിങ്ങൾ വീട്ടിൽ മല്ലി ഉപയോഗിക്കുമല്ലോ കറിയിലിടാൻ, മല്ലിയിൽ നിന്ന്. വോഡ്ക എടുക്കണ ഏതിൽ നിന്നാണ്? പൊട്ടറ്റോയിൽ നിന്ന്. അപ്പോൾ ഞാൻ പറയണം ഇതിന്റെ മാർക്കറ്റ് ലെവൽ പറയാണ്. ഇനി നമ്മൾ കഴിക്കുന്ന മെഡിസിൻ എല്ലാം ഇതുപോലെ പലതിൽ നിന്നായിട്ട് സയൻസ് മെയിൻ എടുത്ത് പഠിച്ചവരോ അല്ലെങ്കിൽ അല്ലാതെ റിസർച്ച് ചെയ്യണവരോ അതിൽ നിന്ന് വേർതിരിച്ചെടുക്കണതാണ്. ഇതിലെല്ലാം ഒരു മെഡിസിൻ ഉണ്ട്. ഈ മെഡിസിൻ പലതുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ മറ്റൊരു മെഡിസിനായി മാറും. ഇത് നിങ്ങളെ കുട്ടികളെടുത്ത് ചോദിച്ചു നോക്കിയേ, എന്തെങ്കിലും അറിയാമോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് ചോദിച്ചു നോക്കിയേ. ഞാൻ അതാണ് ക്വസ്റ്റ്യൻ നിങ്ങൾ മുമ്പ് വയ്ക്കേണ്ടതാ. ഇനി ഇത് കണ്ടോ, നാരങ്ങ. ഈ നാരങ്ങയിൽ നിന്ന് എന്തൊക്കെ സ്റ്റെംസ് വേർതിരിച്ചെടുക്കുന്നുണ്ടെന്ന് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കിയേ. ഇതെന്തെങ്കിലും നിങ്ങൾ അറിയുന്നുണ്ടോ? ഇതിൽ നിന്ന് മെഡിസിൻ എടുക്കുന്നുണ്ട്, പലവിധ മെഡിസിൻ, അല്ലെങ്കിൽ തന്നെ പലതിൻ്റെ ഇൻക്ലൂഡിങ് ആണിത്. ഇതിനകത്ത് കിടക്കണ നിങ്ങൾ പിഴിഞ്ഞൊഴിക്കണ ആ ചാറിൽ നിന്ന് ലിക്കറിലൊക്കെ ചേർക്കേണ്ട സാധനം ഉണ്ടാക്കുന്നുണ്ട്. പെട്ടെന്ന് മനസ്സിലാവാനാണ് പറഞ്ഞത്. ഇതെന്തെങ്കിലും നമ്മൾ സയൻസ് പഠിക്കുന്ന കുട്ടിക്ക് അറിയോ? ഇതിന്റെ കണ്ടന്റ് അറിഞ്ഞാലല്ലേ മെഡിസിൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, എന്തെങ്കിലും റിസർച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾ പഠിച്ചിറങ്ങിയിട്ട് ഞാൻ കണ്ട ആകസ്മിയൊക്കെ പോലെയാണ് എവിടെയെങ്കിലും മിഷണറി ചെയ്ത് ഇങ്ങനെ പ്രിന്റ് ചെയ്ത് വരും, അത് നമുക്ക് ഇനി തരും. ആ കുട്ടി എന്ത് ചെയ്യാനാണ്? മണ്ടൻ കൊച്ച്. ആകസ്മിക എന്ന് പറഞ്ഞൊരു മണ്ടൻ കൊച്ചിനെ ഉണ്ടാക്കിയതാരാണ്? ഇവിടുത്തെ സ്കൂളുകാരാണ്, ഇവിടുത്തെ രക്ഷകർത്താക്കളാണ്, വീട്ടുകാരല്ല. രക്ഷകർത്താക്കൾ അതിനകത്ത് പങ്കുണ്ട്. അത് കുറച്ച് രക്ഷകർത്താക്കൾ, നമുക്ക് ഈ ലോകത്തുള്ള എല്ലാ രക്ഷകർത്താക്കളെയൊന്നും മാറ്റാൻ പറ്റില്ല. രക്ഷകർത്താക്കളെ മാറ്റാനേ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു ഹൗസ് മാത്രമാണ്. മാറ്റാൻ പറ്റുന്നത് ഈ കുട്ടികളെല്ലാം എവിടെയാണ് വന്നിറങ്ങുന്നത്? സ്കൂളിലാണ്. അവർ ഗ്രൂപ്പാണ്. നിങ്ങൾ ആലോചിക്കുക, സയൻസ് പഠിക്കുന്ന കുട്ടികൾ ഇങ്ങനെ ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്താൽ തൊട്ടപ്പുറത്തിരിക്കുന്ന എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടിയുടെ മൈൻഡും വേറെ ലെവലിൽ വരും. തൊട്ടപ്പുറത്ത് സ്പോർട്സ് ഇരിക്കുന്നവന് പോലും നോളജ് കിട്ടും. തൊട്ടപ്പുറത്ത് ഹിസ്റ്ററി പഠിക്കുന്നവനും നോളജ് കിട്ടും. അൺബിലീവബിൾ. ഇതാണ് ചിന്തിക്കാനാണ് പഠിപ്പിക്കേണ്ടത്. സവാള, ഉള്ളി, ഇതിന്റെ ചെറിയ ഉള്ളി, വലിയ ഉള്ളി, ഇതിൽ നിന്ന് എന്തൊക്കെ മെഡിസിൻ എടുക്കണമെന്ന് അറിയാമോ? നിങ്ങളെ തലയിൽ തേക്കുന്ന സാധനങ്ങൾ മുതൽ സ്കിന്നിനെ ഡെവലപ്പ് ചെയ്യണ പല സാധനങ്ങൾ ഇതിൽ നിന്ന് എടുക്കുന്നുണ്ട്. ലിപ്പിലിടുന്ന വരെ എടുക്കുന്നുണ്ട്. അകത്തെടുക്കുന്ന കഴിക്കുന്ന മെഡിസിൻ എടുക്കുന്നുണ്ട്. നമ്മുടെ സ്കൂളിൽ ഏത് സയൻസ് പഠിക്കുന്ന കുട്ടിക്ക് അറിയാം ഇതിന്റെ കണ്ടന്റ്? നിങ്ങളെന്ന് പറയും ഇതെല്ലാം വീട്ടിലുള്ളതാണ്. ഞാനിതെല്ലാം നിങ്ങളുടെ വീട്ടിലുള്ളത് കാണിച്ചു തരുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, എളുപ്പം മനസ്സിലാകാനാണ്, സിമ്പിളാണ്. ഇതുപോലും ഇതിങ്ങനെ നടക്കുകയാണ്. ഇനി ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇനി ഞാനൊരു പാക്കറ്റ് ഉണ്ട്, അതായത് ഒരു ബ്രൂ പാക്കറ്റാണ്. ഇതൊരു കോഫി പൗഡർ അല്ലേ? ഈ കോഫി പൗഡർ എങ്ങനെയാണ് ഇതിലോട്ട് പാക്കായി പൗഡറായി വരുന്നത്? ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന കണ്ടന്റ് എന്താണ്? കോഫിയിൽ നിന്ന് എന്തൊക്കെ വേറെ ഉൽപ്പാദിപ്പിക്കുന്നു? കോഫിയിൽ നിന്ന് നമുക്ക് എനർജി എങ്ങനെ കിട്ടുന്നു? അത് എങ്ങനെ നമ്മുടെ ബോഡിയിൽ സെല്ലായിട്ട് പ്രവർത്തിക്കുന്നു? ഈ കോഫിയിൽ നിന്ന് എന്തൊക്കെ മെഡിസിൻ എടുക്കുന്നു? ഇതൊക്കെ നിങ്ങളുടെ കുട്ടികളുടെ അടുത്ത്, നിങ്ങളുടെ വീട്ടിലുള്ള സാധനമാണ്. ഇതൊരു ബ്രൂവിന്റെ കമ്പനിയുടെ പരസ്യമൊന്നുമില്ല കേട്ടോ, ഞാനിതെടുത്ത് വീട്ടിൽ ഉള്ളതുകൊണ്ട് എടുത്തു വെച്ചതാ. ഇങ്ങനെ ഏതെങ്കിലും വിധത്തിൽ റിസർച്ച് നിങ്ങളുടെ അവിടെ നടക്കുന്നുണ്ടോ സ്കൂളില്? എങ്കിലല്ലേ കുട്ടികൾ ചിന്തിക്കൂ. ചിന്തിക്കുന്നവർക്കല്ലേ ഇതെല്ലാം ചിന്തിക്കാൻ പറ്റൂ. എങ്കിലല്ലേ നമ്മുടെ പ്രകൃതിയിലെ നമ്മുടെ എയറിലൊക്കെ എന്തൊക്കെ സെല്ലുണ്ടെന്ന് കുട്ടിക്ക് കണക്ട് ചെയ്തെടുക്കാൻ പറ്റൂ. നമ്മുടെ ബോഡിയുടേതായി ഒരു മുടിയെങ്കിലും എടുത്തിട്ട് അതിന്റെ സെൽസ് വേർതിരിച്ചെടുക്കാൻ പറ്റൂ. അതങ്ങ് PhD എടുക്കുമ്പോഴല്ല പഠിക്കേണ്ടത്. കുട്ടികള് വളരെ ബാല്യകാലം മുതലേ സയൻസ് മെയിൻ എടുക്കാൻ താല്പര്യമുള്ള, സയൻസിൽ തലയുള്ള കുട്ടികളാണെങ്കിൽ അവർ ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. പകരം നമ്മൾ പഠിക്കണേ എങ്ങനെ? കുറെ പുസ്തകം അതുപോലെ വയ്ക്കും, എന്നിട്ട് പുറത്തിറങ്ങും. കുറെ പഠിച്ചു, ബ്രില്യൻ്റ്, ഭയങ്കര സയൻസിന് പറഞ്ഞില്ലേ 98 മാർക്കാ പറയണേ. അറിയില്ല ടോയ്ലറ്റിൽ വരണ ടോയ്ലറ്റിൽ വരണ വൈറസ് അറിഞ്ഞുകൂടാത്ത കുട്ടി എങ്ങനെയാണ് മെഡിസിൻ കണ്ടുപിടിക്കുന്നത്? അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഇപ്പൊ എൻ്റെ വീട്ടിൽ ആർക്കെങ്കിലും അമ്മുമ്മയ്ക്ക് ഒരു ക്യാൻസർ വരാൻ ചാൻസ് ഉണ്ടെന്ന് ഒരു കുട്ടി എക്സാമ്പിൾ ഉണ്ട്. നിങ്ങളുടെ കുട്ടി നല്ല ഇതുപോലെ റിസർച്ച് ചെയ്ത് വരികയാണെങ്കിൽ നിങ്ങളുടെ കുട്ടി ഓട്ടോമാറ്റിക്കലി വീട്ടിലുള്ള എല്ലാവരുടെയും ബ്ലഡ് എടുക്കും. ബ്ലഡ് എടുത്തിട്ടോ മറ്റു രീതിയിൽ അവർ പരീക്ഷണം നടത്തും. പരീക്ഷണം നടത്തിയിട്ട് അമ്മുമ്മയുടെ അടുത്ത്, അമ്മുമ്മയ്ക്ക് 45-50 വയസ്സാകുമ്പോഴേ പറയും അമ്മുമ്മയുടെ ബോഡിയിൽ ക്യാൻസർ സെൽസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴേ റീപ്ലേസ് ചെയ്താൽ അത് വരില്ല എന്ന്. അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വേറൊരു മെഡിസിനെങ്കിലും എടുക്കാൻ പഠിപ്പിക്കും. അപ്പോഴും അമ്മുമ്മയെ തുടക്കമേ ചികിത്സിക്കും, തുടക്കമേ ക്ലിയർ ആവും. അല്ലെങ്കിൽ അതിന് ഓപ്പോസിറ്റുള്ള റീപ്ലേസിങ് കൊടുത്തു കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാവില്ല. നേരത്തെ അറിഞ്ഞ് റീപ്ലേസ് ചെയ്യാം.
ഇത് അതിനെക്കുറിച്ചുള്ള ചർച്ചയല്ല, ഇത് കുട്ടികൾ ചെയ്യും. ഇതൊരു പനിയുടെ കണ്ടന്റ് പോലും, ഒരു തലവേദനയുടെ കണ്ടന്റ് പോലും അറിഞ്ഞുകൂടാത്ത സയൻസ് പഠിച്ചിറക്കുന്ന 50 ലക്ഷം മണ്ടൻ പിള്ളേര് പഠിപ്പിച്ചിറക്കിയ സ്കൂളാണ് നമ്മളത്. അതാണ് ഞാൻ പറഞ്ഞത്, എഡ്യൂക്കേഷൻ സിസ്റ്റം ബേസ്മെന്റോടെ സ്കൂളുകളെ പുഴുതെറിയണം, അധ്യാപകരെല്ലാം റീപ്ലേസ് ചെയ്യണം. ശമ്പളം എത്ര വേണോ കൊടുത്തു, ഞാൻ അതിനൊന്നും ഇല്ല, വാരിക്കോരി കൊടുത്തോളൂ. പക്ഷേ നിങ്ങളുടെ അടുത്ത ജനറേഷനെങ്കിലും ഇങ്ങനെ പഠിച്ച് പുറത്തിറങ്ങിയാൽ മാത്രമേ ഗുണമുണ്ടാവുള്ളൂ. ഇനി അതവിടെ നിൽക്കട്ടെ. ഇതൊരു ക്രിക്കറ്റ് പന്താണ്. ഈ ക്രിക്കറ്റ് പന്ത് എങ്ങനെ ഈ രൂപാന്തരത്തിലെത്തി, ഇതിന് എന്തൊക്കെ ഉപയോഗിച്ചിരിക്കണം, ഈ കണ്ടന്റ് എന്തിന്നൊക്കെ എടുക്കണം, ഇതിങ്ങനെ എത്തണമെങ്കിൽ കുറെ പേരുടെ റിസർച്ച് ഉണ്ട്. അതിനനുസരിച്ച് പല എക്യുപ്മെന്റ്സും ചേർത്താണ് ഇതിങ്ങനെ ആയത്. അല്ലാതെ ഇത് ഓട്ടോമാറ്റിക്കലായിട്ട് ഏറി നിന്ന് ദൈവം തള്ളിവിട്ടതല്ല. അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഒരു മുട്ടുസൂചിയെങ്കിലും ദൈവം നിങ്ങളെ വീട്ടിൽ തള്ളി വെച്ചിട്ടുണ്ടോ? എങ്കിൽ പിന്നെ നിങ്ങൾ ഇത് പറഞ്ഞ ഒരു കാര്യങ്ങളും ആവശ്യമില്ലല്ലോ. ഞാനതാണ് പറഞ്ഞത്, സയൻസ് പഠിക്കുന്ന കുട്ടികളുടെ ചിന്ത മാറേണ്ടതാണ് ഞാൻ പറഞ്ഞത്. ഒരു പ്രൊഡക്ടിവിറ്റി വീട്ടിലെ അമ്മയ്ക്ക് അല്ലെങ്കിൽ അമ്മുമ്മയ്ക്ക് അല്ലെങ്കിൽ അപ്പൂപ്പന് തന്റെ സുഹൃത്തിന് ഒരു അസുഖത്തിന് മെഡിസിൻ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ, ഷുഗറിന് മെഡിസിൻ എടുക്കാൻ അവന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉടനെ ഈ കുട്ടി കണ്ടുപിടിച്ചിരിക്കണം എന്താണ് പ്രശ്നം. അപ്പോൾ നിങ്ങളെ ക്ലാസ് റൂമിൽ 5 കുട്ടികൾക്കോ ഒരു 30 കുട്ടികൾ ഇരിക്കുന്ന ഒരു ക്ലാസ് റൂമിൽ 10 കുട്ടികൾക്ക് ഷുഗർ സ്റ്റാർട്ട് ചെയ്യാൻ 20 വയസ്സ് കഴിഞ്ഞ് സാധ്യത ഉണ്ടെങ്കിൽ ഈ കുട്ടികൾ വളരെ കുഞ്ഞിലേ കണ്ടുപിടിച്ചിരിക്കും. ഈ കുട്ടികൾക്ക് ഷുഗർ 20-30 വയസ്സ് കഴിയുമ്പോൾ വരാൻ പോണ ബോഡിയിലെ സെല്ല് അങ്ങനെ ഫാസ്റ്റ് വർക്കൗട്ട് ആയിക്കൊണ്ടിരിക്കണം ചില കാര്യത്തിൽ. അപ്പോഴവരതിനെതിരെ പ്രതിവിധി കണ്ടുപിടിക്കും. ഇത്തരം രീതിയിൽ കുട്ടികൾ ചിന്തിച്ച് റിസർച്ച് ചെയ്ത് അവരുടെ ഐഡിയയിൽ മാത്രം പുറത്തിറങ്ങേണ്ട കുട്ടികളെ നമ്മൾ പുസ്തകത്താളിൽ മറിച്ചിട്ട് പുസ്തകം തീറ്റിച്ച് ഊണിൽ ഉറക്കത്തിലും തീറ്റിച്ച് അവരെ ചിന്തകളെ മരവിപ്പിച്ച് ഒരു ഗുണവുമില്ലാത്ത എന്ത് പറയണത് ഒരു അനക്കവും ഇല്ലാതെ വച്ചിരിക്കുന്ന കണ്ടിട്ടില്ലേ? കഴുതകളല്ല, ഡമ്മിക്കഴുതകൾ. എന്താണ് ഡമ്മിക്കഴുത? നമ്മളൊരു മരം എടുത്തിട്ട് അതിലൊരു രൂപം ഉണ്ടാക്കൂ, ആ രൂപം നമ്മൾ വച്ചു നോക്കൂ, സീറോ എഫക്റ്റ്, അച്ചവിടെ ഇരിക്കും. ആ രീതിയിലാണ് നമ്മളെ കുട്ടികളെ പുറത്തിറക്കിയിരിക്കുന്നത്. ഇതെന്റെ പാർട്ട് 1 വീഡിയോ ആണ്. ഞാൻ തുടർച്ചയായിട്ട് ഞാൻ വരുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ കാഴ്ചപ്പാടും എൻ്റെ ചിന്താഗതിയും ഞാൻ ഷെയർ ചെയ്തു. മാറേണ്ടതുണ്ടെന്ന് 25 വർഷത്തിന് മുമ്പേ വാദിച്ചു തുടങ്ങിയ ആളാണ് ഞാൻ. പക്ഷെ ഞാൻ പഠിച്ച കാലത്തുള്ള അതേ സ്കൂള്, അതേ സിസ്റ്റം തന്നെയാണ് ഇപ്പോൾ പോണത്. ഇതുകൊണ്ട് നമുക്കുണ്ടായത് 50 ലക്ഷം മണ്ടൻ സയൻസ് പഠിച്ച കുട്ടികളെ പഠിപ്പിച്ച് പുറത്തിറക്കി. അതിലൊരു 5-10 കുട്ടികൾ എന്തെങ്കിലും കണ്ടുപിടിക്കുന്നുണ്ടാവും. പക്ഷേ 50 ലക്ഷം കുട്ടികളിൽ മിനിമം 30 ലക്ഷം കുട്ടികളെങ്കിലും റിസർച്ചോടെ സയന്റിസ്റ്റ് ആവേണ്ട കുട്ടികളായിരുന്നു. ആ കുട്ടികൾ പലതും കണ്ടുപിടിച്ച് നമുക്കത് വലിയ പ്രോഡക്റ്റ് ആയിട്ട് മാറ്റി ലോകം മൊത്തം കൊടുത്തുകൊണ്ട് വലിയ വരുമാനമുള്ള രീതിയിൽ ആ കുട്ടികളായി മാറേണ്ടതായിരുന്നു. സയന്റിസ്റ്റുകളാവേണ്ട കുട്ടികൾ ഇപ്പൊ എവിടെയോ ഇരുന്ന് ഏതെങ്കിലും ആശുപത്രിയിലെ നേഴ്സായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ലാബ് ടെക്നീഷ്യൻ ആയിരിക്കും, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിലെ ഡോക്ടർ ആയിരിക്കും. ഏതെങ്കിലും ഹോസ്പിറ്റൽ ഭയങ്കര ഡിമാൻഡാണ്, ഡോക്ടർ ആയിരിക്കും. പിന്നെ ബാക്കിയുള്ള ഒരു കല്യാണം കഴിഞ്ഞ് എവിടെയെങ്കിലും ഇതൊക്കെ പഠിച്ചിട്ട് ഒരു ഗുണമില്ലാതെ എവിടെയെങ്കിലും വീടുകളിലിരിക്കായിരിക്കും. കുറച്ച് പേര് എവിടെയെങ്കിലും റിസർച്ചുമായിട്ട് നിൽക്കുന്നുണ്ടാവും. അത് വേറെ ലെവലില്. ഇങ്ങനെ നമ്മുടെ കുട്ടികളാക്കി മാറ്റിയതിൻ്റെ എല്ലാ ക്രെഡിറ്റും ഞാൻ സ്കൂളിലെ ടീച്ചേഴ്സിനും സ്കൂളിലെ മാനേജ്മെന്റിനും ഈ സ്കൂളിലെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വൃത്തികെട്ട എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനും കൊടുക്കണം. പഴയ കാലത്ത് ഞാൻ ഇതൊന്നും കുറ്റം പറയില്ല. ഇപ്പൊ അങ്ങനെയല്ല, എല്ലാം മാറി. നിങ്ങളുടെ കയ്യിലെല്ലാം ഉണ്ട്. ഒരു ലാബ് റിസർച്ച് ചെയ്യുക, ഒരു ലാബ് വെക്കുക, ഒരു 50,000 രൂപ ചെലവേ ഉള്ളൂ കുട്ടിക്ക് വീട്ടിൽ. വെറും 50,000 രൂപ ചെലവ്. സ്കൂൾ ഫീസ് തന്നെ ഒരു വർഷത്തിൽ പ്രൈവറ്റ് സ്കൂളിൽ പഠിക്കണമെങ്കിൽ 50,000 രൂപ 1 ലക്ഷം രൂപ വരെ പറഞ്ഞു. പിന്നെയാണ് ആ സയൻസ് പഠിക്കുന്ന കുട്ടിക്ക് ഒരു കുഞ്ഞ് ലാബ് വീട്ടിൽ വെച്ച് ഇട്ട് കൊടുക്കാൻ, ഇതിൽ നിന്ന് എന്തൊക്കെ കണ്ടന്റ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ കരുതി ഒരു റിസർച്ച് സെന്റർ വീട്ടിൽ വെക്കാൻ വളരെ കുറച്ച് പ്രോഡക്റ്റിന്റെ ആവശ്യമുള്ളൂ. അത്രയും സിമ്പിളാണ് സയൻസിന്റെ ഡെവലപ്മെന്റ്. പക്ഷേ ഈ കുട്ടികളെ ചിന്തിപ്പിച്ച് പഠിപ്പിക്കാതെ അവരെ പ്രാക്ടിക്കലി ആയിട്ട്, അതായത് റിസർച്ചോടുകൂടി ലോകം എന്തെന്ന് മനസ്സിലാക്കി പുറത്തിറക്കുക, അതായത് തുറന്നു വിടാതെ നമ്മൾ പറയുന്ന സിസ്റ്റം അനുസരണ അടിമകളായിട്ട് വളർത്തുന്നതുകൊണ്ടാണ് നമ്മുടെ കുട്ടികളെന്നല്ല സയൻസ് പഠിച്ച 50 ലക്ഷം നല്ല നമ്മൾ ധരിക്കുന്നത് ഭയങ്കര
ആയെന്ന് പറഞ്ഞ് നമ്മൾ സ്വയമേ അഹങ്കരിച്ചുകൊണ്ട് നടക്കുകയും എന്നാൽ ഏറ്റവും വലിയ മണ്ടത്തരമാണെന്ന് ഇപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന രീതിയിൽ കുട്ടികളെ പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്ന സ്കൂളുകളും എല്ലാം തന്നെയും നഖശികാന്ത ബേസ്മെന്റ് അടക്കം മാറ്റേണ്ട കാലം അതിക്രമിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇതിന്റെ തുടർ വീഡിയോകളുമായിട്ട് ബാക്കിൽ നിന്ന് വരുമെന്ന് അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ അല്ലെങ്കിൽ ഒരു ബ്ലോഗർ മാത്രമായ നൊബക്സോളോ ഗുഡ് ബൈ.